എന്ന് പറയുന്നത് പുതിയ നിയമത്തിലെ ഏറ്റവും വലിയ ഒരാശയമാണ്. പഴയ നിയമത്തിലും അങ്ങനെ തന്നെയാണ്. ബൈബിളിൻ്റെ കേന്ദ്രമായ ഒരാശയമാണ് നമുക്ക് പറയാം കൃപ. ദൈവത്തിൽ നിന്നും നമുക്ക് ലഭിക്കുന്നതായിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളെയും ഒരുപക്ഷെ ഒരുമിച്ച് ചേർത്ത് പറയാവുന്ന ഒരു വാക്കാണ് ദൈവകൃപ എന്നുള്ളത്. നമുക്ക് ദൈവം തരുന്ന കൃപ നമ്മുടെ യോഗ്യതയുടെ അടിസ്ഥാനത്തിലല്ല, ദൈവത്തിൻ്റെ ഔദാര്യമായി തൻ്റെ അധികാരത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ നൽകുന്നതാണ്. കൃപ എന്ന വാക്ക് വ്യത്യസ്ത അർത്ഥങ്ങളിൽ ബൈബിൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഹെൻ എന്നതായിരിക്കുന്ന പദത്തിന് ലാവണ്യം എന്നർത്ഥമുണ്ട്. എന്നാൽ സാമാന്യമായ അർത്ഥം അനുകൂലമായ മനോഭാവം, ഫേവർ എന്നാണ്. സൗമന്യസം, ഗുഡ്വിൽ എന്നൊക്കെയാണ്. ആ നിലയിൽ അത് ഉൽപ്പത്തി പുസ്തകം 6:8, 19:19, 33:15, പുറപ്പാട് പുസ്തകം 33:12, 34:9, ഇങ്ങനെ അനേക വേദഭാഗങ്ങളിൽ അത് ഉപയോഗിച്ചിട്ടുണ്ട്. നൽകപ്പെടുന്നതായിരിക്കുന്ന വ്യക്തിയുടെ നന്മയോ യോഗ്യതയോ നോക്കാതെ തികച്ചും സൗജന്യമായി നൽകുന്നതായിരിക്കുന്ന വ്യക്തിയുടെ സർവാധികാരത്തിൽ താൻ നൽകുന്നതായിരിക്കുന്ന ആനുകൂല്യങ്ങളാണ് അവ. പുതിയ നിയമത്തിലെ കാരിസ് എന്ന പദമാണ് അത് ബന്ധപ്പെട്ടതായിരിക്കുന്ന വാക്ക്. ആ പദത്തിനാകട്ടെ കൈറൈൻ എന്ന ക്രിയാപദത്തിന് സന്തോഷിക്കുക എന്നാണ് അർത്ഥം. കാരിസ് എന്ന പദത്തിന് ലാവണ്യം, സൗന്ദര്യം, സ്വീകാര്യത എന്നിങ്ങനെയുള്ള പ്രാഥമിക അർത്ഥങ്ങളുണ്ട്. ലൂക്കോസ് 4:22, കൊലോസ്യർ 4:6 മുതലായ വാക്യങ്ങൾ നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ്. എന്നാൽ ഈ പദത്തിന് ബൈബിളിലുള്ള പ്രധാന ആശയം അനുകൂല മനോഭാവവും സൗമനസ്യം എന്നിവയാണ്. അത് ലഭിക്കുന്ന അല്ലെങ്കിൽ പ്രാപിക്കുന്ന വ്യക്തിയുടെ നന്മയെ കണക്കിലെടുക്കാതെ അവന് നൽകുന്ന അനർഹമായ ദാനമാണ് നാം ഈ പറയുന്നതായിരിക്കുന്ന കൃപ എന്ന് പറയുന്നത്. ലൂക്കോസ് 1:30, 2:40, 52, ആക്ട്സ് 2:40, 2 Corinthians 8:9, 9:8, 1 Petrus 5:10, ഇങ്ങനെ അനവധി വേദഭാഗങ്ങൾ ഈ ആശയത്തിൽ പറഞ്ഞിട്ടുണ്ട്. ദാനം സ്വീകരിക്കുന്ന ആളിന്റെ മനസ്സിൽ അത് ഉളവാക്കുന്ന നന്ദിയെ കുറിക്കുവാൻ ഈ പദം ഉപയോഗിച്ചിട്ടുണ്ട്. ലൂക്കോസ് 17:9 നന്ദി എന്നാണത് പരിഭാഷ ചെയ്തിരിക്കുന്നത്. 1 തിമോഥെയോസ് 1:12, റോമർ 6:17, 1 Corinthians 10:30, ഇങ്ങനെയുള്ളതായിരിക്കുന്ന വാക്യങ്ങളിലൊക്കെ നന്ദി എന്ന ആശയത്തിൽ ഈ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. കൃപ എന്ന് പറയുന്നത് ദൈവത്തിന്റെ ഭാവമാത്രമായ വിശേഷ ഗുണം മാത്രമല്ല, ദൈവം നൽകുന്ന ദാനങ്ങളെയും ആഗ്രഹങ്ങളെയും അനുഗ്രഹങ്ങളെയും വരങ്ങളെയും എല്ലാം ഉൾപ്പെടുന്നതായിരിക്കുന്ന ഒരു വാക്കാണ്. ആ നിലയിൽ അതിനെ ദൈവത്തിന്റെ ദാനം എന്നുള്ള അർത്ഥത്തിലും അനുഗ്രഹം എന്നുള്ള അർത്ഥത്തിലും വരം എന്നുള്ള അർത്ഥത്തിലും ഒരുപാട് ഭാഗത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. റോമർ 3:24, 5:2, 5:15, 17, 20, 6-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തില്, 1 Corinthians 1:4, 2 Corinthians 6:1, എഫേസ്യർ 3:7, 1 പത്രോസ് 3:7, 5:12, ഇങ്ങനെ വാക്യങ്ങൾ പറയുന്നത് എന്ത് പ്രയോജനമാണ് നിങ്ങൾ ചോദിക്കും. ഇങ്ങനെ ഒരുപാട് വാക്യങ്ങൾ ഉണ്ട് എന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഞാനത് ഉപയോഗിച്ചത്. എന്നാൽ കൃപയുടെ വേദശാസ്ത്രപരമായ അർത്ഥം എന്താണ് എന്നതാണ് നമുക്ക് ഇവിടെ ചിന്തിക്കേണ്ടതായിരിക്കുന്ന കാര്യം. വേദശാസ്ത്രപരമായി പറയുമ്പോൾ രക്ഷാകരമായ ദൈവകൃപ എന്ന ആശയമാണ് ഇതിന് മുഖ്യമായിട്ടുള്ളത്. രക്ഷാകരമായ ദൈവകൃപ, ദൈവം തന്റെ പരമാധികാരത്തിൽ യാതൊരു ബാഹ്യ പ്രേരണയും കൂടാതെ സ്വതന്ത്രമായി മനുഷ്യർക്ക് ഉള്ള യോഗ്യതകൾ ഒന്നും പരിഗണിക്കാതെ അവർക്ക് നൽകുന്നതായിരിക്കുന്ന അനുഗ്രഹമാണ് ഈ ആശയത്തിലുള്ളത്. കൃപയുള്ളവനായ ദൈവം ദുഷ്ടന്മാരുടെ മേലും നല്ലവരുടെ മേലും തന്റെ സൂര്യനെ ഉദിപ്പിക്കുകയും നീതിമാന്മാരുടെ മേലും നീതികെട്ടവരുടെ മേലും മഴ പെയ്യുകയും ചെയ്യുന്നു എന്ന് മത്തായി 5:45 പറഞ്ഞിട്ടുണ്ട്. അവൻ എല്ലാവരുടെ മേലും ചെയ്യുന്നു. ദൈവത്തിന്റെ കൃപയുടെ ആ ഒരു പ്രകടനമാണത്. മനുഷ്യർക്ക് ആകാശത്ത് നിന്ന് മഴയും ഫലഭൂയിഷ്ഠുള്ള കാലങ്ങൾ തരികയും ആഹാരവും സന്തോഷവും നൽകിയവരെ തൃപ്തരാക്കുകയും ചെയ്യുന്നത് ദൈവകൃപയുടെ പ്രകടനമാണ്. വൃതന്മാരോ അല്ലാത്തവരോ എന്ന വേർതിരിവ് കൂടാതെ സകല മനുഷ്യർക്കും പൊതുവായി നൽകുന്ന ഈ വിധത്തിലുള്ള അനുഗ്രഹങ്ങളെ വേദശാസ്ത്രികൾ കൃപ എന്നാണ് പറയുന്നെങ്കിലും അതിനെ അവർ പറയുന്ന പൊതുവായ കൃപ, കോമൺ ഗ്രേസ് എന്നാണ്. കോമൺ ഗ്രേസ്, അത് കോമൺ ഗ്രേസ് എന്ന് പറയുന്നത് രക്ഷയുമായി ബന്ധപ്പെട്ടതല്ല, ദൈവം മനുഷ്യർക്ക് നൽകുന്നതായിരിക്കുന്ന നന്മകളോട് ബന്ധപ്പെട്ടതാണ്. എന്നാൽ വേദശാസ്ത്രപരമായി മുഖ്യമായ ആശയം എന്ന് പറയുന്നത് ആത്മരക്ഷയുമായി ബന്ധപ്പെട്ടതായിരിക്കുന്ന വശമാണ്. അതിനാണ് നമ്മൾ സാധാരണഗതിയിൽ കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ നാം ദൈവകൃപ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന അങ്ങനെയാണ്. നമ്മുടെ യോഗ്യതകൾ പരിഗണിക്കാതെ ദൈവം നമ്മെ രക്ഷിക്കുവാനായി നൽകുന്നതായിരിക്കുന്ന ദൈവത്തിന്റെ ആനുകൂല്യമാണത്. അപ്പൊ പൊതുവായ കൃപ എന്ന് പറയുന്നത്, കോമൺ ഗ്രേസ് എന്ന് പറയുന്നതല്ല
ഇവിടെ പറയുന്നതായിരിക്കുന്ന രക്ഷാകരമായ കൃപയെന്ന് പറയുന്നത്. ഈ തലത്തിലുള്ളതായിരിക്കുന്ന കൃപ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് മാത്രമാണ് നൽകുന്നത്. മറ്റേ കൃപ ദുഷ്ടന്മാരുടെ മേലും നീതിമാന്മാരുടെ മേലും മഴ പെയ്യിക്കുന്ന ദൈവത്തിന്റെ പൊതുവായ കൃപയാണ്. എന്നാൽ ഈ കൃപയെ പറ്റി പറയുമ്പോൾ ദൈവം രക്ഷയ്ക്ക് വേണ്ടി തിരഞ്ഞെടുത്തതായിരിക്കുന്ന ആളുകൾക്ക് മാത്രം നൽകുന്ന കൃപയെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഇത് ദൈവത്തിന്റെ സർവാധികാരത്തിന്റെ ഒരു പ്രദർശനമാണ്. തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് മാത്രം നൽകുന്നതായിരിക്കുന്ന കൃപ. വ്രതന്മാർക്ക് ഇത് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം വഴിയാണ് ലഭിക്കുന്നത്. വേദശാസ്ത്രത്തിൽ ഇത് അറിയപ്പെടുന്നത് പ്രത്യേക കൃപ അല്ലെങ്കിൽ സ്പെഷ്യൽ ഗ്രേസ് എന്നാണ്. എന്ന് പറഞ്ഞാൽ ബൈബിളിൽ എന്നല്ല, വേദശാസ്ത്രത്തില് രക്ഷയുടെ വേദശാസ്ത്രം ഡെവലപ്പ് ചെയ്തതായിരിക്കുന്ന ആളുകൾ അതിനെ ദ സ്പെഷ്യൽ ഗ്രേസ് ഓഫ് ഗോഡ്, നമുക്ക് രക്ഷയ്ക്ക് വേണ്ടി ദൈവം നൽകുന്നതായിരിക്കുന്ന ആനുകൂല്യത്തെ സ്പെഷ്യൽ എന്നും മറ്റതിനെ കോമൺ എന്നും അവർ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പോൾ സേവിങ് ഗ്രേസ് എന്ന് പറയുന്നത് അതിനെ ഫലവത്തായ കൃപ, എഫിക്കേഷ്യസ് ഗ്രേസ് എന്നും ചിലർ പറയാറുണ്ട്. ദൈവത്തിന്റെ ഫലവത്തായ കൃപ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി നമ്മുടെ ഉള്ളിൽ പ്രവർത്തിച്ച് നമുക്ക് പാപബോധം വരുത്തി കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കുവാനായിട്ട് നമുക്ക് നൽകുന്നതായിരിക്കുന്ന പ്രത്യേക കൃപ, അതിന് എഫിക്കേഷ്യസ് ഗ്രേസ്, ഫലവത്തായ ദൈവത്തിന്റെ കൃപ എന്ന് പറയാറുണ്ട്. അപ്പൊ ഈ പൊതുവായ കൃപയും സ്പെഷ്യൽ ഗ്രേസും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. പല സമാനതകൾ ഉണ്ടെങ്കിലും ഒത്തിരി വ്യത്യാസമുണ്ട്. പൊതുവായ കൃപയെക്കുറിച്ച് പറയുമ്പോൾ നവീകരണ വേദശാസ്ത്രികള് പൊതുവായ കൃപയെ രക്ഷാവിജ്ഞാനത്തിന്റെ ഭാഗമായിട്ട് പോലും കണക്കാക്കുന്നില്ല. അവരത് രക്ഷാവിജ്ഞാനത്തിന്റെ ഭാഗമല്ല. പൊതുവായ കൃപ എന്ന് പറഞ്ഞാൽ സൃഷ്ടിക്ക് ദൈവം നൽകുന്നതായിരിക്കുന്ന കൃപയാണ്. സ്പെഷ്യൽ ഗ്രേസ് എന്ന് പറയുന്നത് തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ദൈവം നൽകുന്നതായിരിക്കുന്ന കൃപയാണ്. അതുകൊണ്ട് റിഫോംഡ് തിയോളജി ബുക്കുകളൊക്കെ വായിക്കുമ്പോൾ പൊതുവായ കൃപയെക്കുറിച്ചൊന്നും അവരധികം ഒന്നും പറയാറില്ല. കാരണം അത് രക്ഷയുടെ ഭാഗമല്ല എന്നുള്ളത് കൊണ്ട്. പക്ഷേ റോമൻ കത്തോലിക്ക പണ്ഡിതന്മാരും അർമീനിയൻ വേദശാസ്ത്രികളും ഇതിനെ രക്ഷാവിജ്ഞാനത്തിന്റെ ഭാഗമായിട്ടാണ് ഗണിച്ചു വരുന്നത്. അവർക്ക് സ്പെഷ്യൽ ഗ്രേസ് ഇല്ല, അവർക്ക് കോമൺ ഗ്രേസേ ഉള്ളൂ. ദൈവം എല്ലാ മനുഷ്യർക്കും ഒരുപോലെ കൃപ നൽകുന്നു, ആർക്കും പ്രത്യേകമായി ഒന്നും നൽകുന്നില്ലെന്നാണ് അവർ പറയുന്നത്. ആരെയും ദൈവം അങ്ങനെ രക്ഷയ്ക്ക് വേണ്ടി തിരഞ്ഞെടുത്തിട്ടില്ല, എല്ലാ മനുഷ്യർക്കും കൃപ നൽകുന്നുണ്ട്. അത് ഉപയോഗിച്ച് നമ്മൾ രക്ഷിക്കപ്പെടുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം. ദൈവം ആരെയും പ്രത്യേകം സഹായിക്കുന്നില്ല, അവനങ്ങനെ ആരെയും മുന്നറിഞ്ഞിട്ടില്ല. മുന്നറിഞ്ഞു എന്നൊക്കെ പറയുന്നതിന് നമ്മൾ കൊടുക്കുന്ന വ്യാഖ്യാനമല്ല അവർ കൊടുക്കുന്നത്. ചില കാര്യങ്ങളൊക്കെ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ അവർ പറയുന്നത് സാഹിത്യം, കല, ശാസ്ത്രം എന്നിങ്ങനെയുള്ള മേഖലകളിൽ അവിശ്വാസികൾ കണ്ടുവരുന്ന ഉത്കൃഷ്ടതയ്ക്ക് നിദാനമായും മതപരമായും ധാർമ്മികവുമായ പല നല്ല കാര്യങ്ങൾക്കുള്ള വിശദീകരണമായുമാണ് പൊതു കൃപയെ വേദശാസ്ത്രികൾ ഉപയോഗിക്കുന്നത്. മീനിൻസ് അല്ലാത്തവർ ഉപയോഗിക്കുന്നത് അങ്ങനെയാണ്. മനുഷ്യരിൽ പൊതുവായി കാണുന്നുണ്ടല്ലോ. ഇപ്പൊ മദർ തെരേസ എന്ന് പറഞ്ഞതായിരിക്കുന്ന ആൾ ഒരുപാട് സൽപ്രവൃത്തികൾ ചെയ്തു. അത് ചെയ്യാനുള്ളതായിരിക്കുന്ന പൊതുവായ കൃപ ദൈവം അവൾക്ക് കൊടുക്കും. അതുകൊണ്ടാണ് സ്ത്രീയെ കൊണ്ട് അത്രയും കാര്യങ്ങൾ ചെയ്യാനായിട്ട്. അതുപോലെ നല്ല നല്ല സാഹിത്യ കൃതികള്, ഇപ്പൊ ഷേക്സ്പിയർ അവർ പറയും പൊതുവായ കൃപയെ പറ്റി പറയുമ്പോൾ ഷേക്സ്പിയറിന് പൊതുവായ കൃപ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഷേക്സ്പിയർ അത് എഴുതിയത്. അതുപോലെയുള്ളതായിരിക്കുന്ന പല കലാശാസ്ത്രം മുതലായിരിക്കുന്ന വിഷയങ്ങൾ. അപ്പൊ പൊതുവായ കൃപയെ സ്പെഷ്യൽ ഗ്രേസിനെയും നവീകരണ വേദശാസ്ത്രികൾക്ക് പ്രത്യേകമാണ്. സമ്പൂർണ്ണ ധാർമ്മികാധപ്പതനം സംഭവിച്ച മനുഷ്യനിൽ കാണുന്ന ഭാഗികമായ നന്മകൾക്ക് നവീകരണ വേദശാസ്ത്രികൾ കണ്ടെത്തുന്ന കാരണം ദൈവം അവർക്ക് നൽകുന്ന ഈ പൊതുവായ കൃപയാണ്. എല്ലാ മനുഷ്യരും പാപം ചെയ്ത് ദൈവദേശമില്ലാത്തവരായി തീർന്നവരാണ് എല്ലാവരും. നീതിമാൻ ആരുമില്ല, ഒരുത്തം പോലുമില്ല. എങ്കിലും ഒരുത്തം പോലും അങ്ങനെ ഇല്ല, എല്ലാവരും പാപം ചെയ്തവരാണെങ്കിലും ഈ പാപം ചെയ്തതായിരിക്കുന്ന മനുഷ്യർക്കിടയിൽ ഒത്തിരി നന്മകളുണ്ട്. ഇപ്പൊ ബീത്തോവന് ഉദാഹരണമായിട്ട് എന്ത് പ്രശസ്തമായിരിക്കുന്ന ഒരു കോമ്പോസിഷൻസ് ഒക്കെയാണ് അദ്ദേഹം മ്യൂസിക്കിന്റെ കാര്യത്തിൽ എഴുതിയിട്ടുള്ളത്. അതുപോലെയുള്ളതായിരിക്കുന്ന അനേക ആളുകളുണ്ട്. അതൊക്കെ കോമൺ ഗ്രേസ് ആണ്. കോമൺ ഗ്രേസ് ദൈവം ഓരോരുത്തർക്ക് അങ്ങനെയുള്ളതായിരിക്കുന്ന കഴിവുകൾ, ആർട്ടിസ്റ്റിക് പെയിന്റിങ്ങിനുള്ള കഴിവുകൾ, വരയ്ക്കാനുള്ള കഴിവുകൾ, ശാസ്ത്രീയമായ കഴിവുകൾ, ശാസ്ത്ര നേട്ടങ്ങൾ, മെഡിസിൻ എന്ന വിഭാഗത്തിൽ ഒരുപാട് നന്മകൾ മനുഷ്യവർഗത്തിന് വേണ്ടി ചെയ്യാനായിട്ട്, സൽപ്രവൃത്തികൾ ചെയ്യാനായിട്ടൊക്കെ ദൈവം നൽകുന്നു. അതൊന്നും രക്ഷയുമായി യാതൊരു ബന്ധമുള്ള കാര്യങ്ങളല്ല. അതൊക്കെ മനുഷ്യവർഗത്തിന് നന്മയ്ക്ക് വേണ്ടി ദൈവം നന്മകൾ, നല്ല പ്രവൃത്തികൾ ചെയ്യാനായിട്ട് കൊടുക്കുന്നതായിരിക്കുന്ന ദൈവത്തിന്റെ ഒരു 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 എന്താണ് നന്മയാണ്. അതിനാണ് റിഫോംഡ് ഫെയ്ത്തുകാരൻ ദൈവകൃപ എന്ന് പറയുന്നത്. എന്നാൽ അർമീനിയൻകാർക്ക് എല്ലാം ദൈവം ഈ പൊതുവായ കൃപയാണ്, സ്പെഷ്യൽ ഗ്രേസ് എന്നൊന്നും അവർക്ക് ഇല്ല. അതുകൊണ്ട് അവര് രക്ഷയ്ക്ക് വേണ്ടിയുള്ള ദൈവകൃപ എന്നൊരു ആശയമേ അവര് സ്വീകരിക്കുന്നില്ല. വിശ്വാസം ആരുടെ ആണെന്നും ഒക്കെ നല്ല വലിയ വിഷയം. അതൊക്കെ നമ്മൾ വരട്ടെ, അതിലൊക്കെ വരുന്നുണ്ട്. നമ്മൾ ഇതിലൊക്കെ വരാൻ പോവല്ലേ. റിഫോംഡ് തിയോളജിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളൊന്നും അതിപ്പോഴേ കയറി അങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയില്ലേ, കുഴലിൻ്റെ അകത്ത് കയറി വെടിവെക്കാന്ന് പറയില്ലേ. കുറച്ച് ശാന്തമായിരിക്കും, അതൊക്കെ വരാം. വിശ്വാസം എവിടെ നിന്നാണ് വരുന്നത് എന്നുള്ളതൊക്കെ ഉണ്ട്. അതൊക്കെ അർമേനിയൻസും കാൽവിനിസ്റ്റും തമ്മിൽ ഇന്ന് വരെ തീരാത്തതായിരിക്കുന്ന സംവാദത്തിൽ കിടക്കുന്ന കാര്യമാണ്. അപ്പൊ അങ്ങനെ നമ്മൾ പറഞ്ഞാലും ഇങ്ങനെ പറഞ്ഞാലും നമ്മളിവിടെ പരിഹരിക്കാനായിട്ട് പോകുന്നില്ല. പക്ഷെ ഞാൻ ഒരു റിഫോംഡ്
തിയോളജി മുറുകെ പിടിക്കുന്ന ആളാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം വിശ്വാസം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ദാനമാണ്. ദൈവത്തിൻ്റെ ദാനമാണെങ്കിലും അത് എക്സർസൈസ് ചെയ്യുന്നത് ഞാനാണ്, തരുന്നത് ദൈവമാണ്. എക്സർസൈസ് ചെയ്യുന്നത് ഞാനാണ്. ദൈവം തരുന്ന വിശ്വാസത്തെ ഞാൻ എക്സർസൈസ് ചെയ്യുമ്പോഴാണ് അതെനിക്ക് നന്മയായിട്ട് തരുന്നത്. ഇപ്പോൾ പറഞ്ഞ പോലെയാണ്, ചോറ് വെച്ച് വിളമ്പി എൻ്റെ മുന്നേ വെക്കുന്നത് ദൈവമാണ്. ഞാനത് കഴിക്കുന്നെങ്കിൽ മാത്രമേ എനിക്ക് പ്രയോജനമുള്ളൂ. ദൈവം കൊണ്ടുവന്ന് മുന്നേ വെച്ചുകൊണ്ട് എനിക്ക് പ്രയോജനമുണ്ട്. പക്ഷേ ഈ ചോറ് ആരാ തന്നതെന്ന് ചോദിച്ചാൽ പറയും ദൈവം തന്നാന്ന് പറയും. ഇതാരാ കഴിക്കുന്നതെന്ന് ചോദിച്ചാൽ ദൈവം എനിക്ക് വേണ്ടി കഴിക്കില്ല, ഞാൻ തന്നെ കഴിക്കണം. അതുപോലെയാണ് വിശ്വാസം എന്ന് പറയുന്നത് ദൈവം തരുന്നതാണ്. പക്ഷേ ആ വിശ്വാസം ഞാൻ ഉപയോഗിക്കണം. അപ്പൊ വിശ്വാസം തരുന്നത് ആരാണ്? ദൈവമാണ്. വിശ്വാസം ഉപയോഗിക്കുന്നത് ആരാണ്? ഉപയോഗിക്കുന്നത് ഞാനാണ്. ദൈവം വിശ്വസിച്ചിട്ട് ഒരാളും രക്ഷിക്കപ്പെടുകയില്ല. ദൈവം വിശ്വസിച്ചിട്ട് ഇന്നേവരെ ആരും രക്ഷിക്കപ്പെട്ടിട്ടില്ല. അത് നമ്മൾ തന്നെ വിശ്വസിക്കണം. പക്ഷേ സ്വന്തം എബിലിറ്റിയിൽ വിശ്വാസത്തെ രൂപപ്പെടുത്തി എടുത്തു കഴിഞ്ഞാൽ ആ വിശ്വാസത്തിന് യാതൊരു പ്രയോജനവുമില്ല. കാരണം അത് പാപിയായ മനുഷ്യൻ രൂപപ്പെടുത്തിയെടുക്കുന്ന വിശ്വാസമാണ്. അത് ദൈവം നമുക്ക് തന്നെങ്കിൽ മാത്രമേ വെക്കൂ. രക്ഷയുടെ A to Z മുഴുവനും ദൈവമാണ് നൽകുന്നത്. അപ്പോ ഇത് രണ്ടും കൂടെ നമ്മൾ ചേർത്ത് ചിന്തിക്കുമ്പോൾ പ്രശ്നമൊന്നുമില്ല. തരുന്നത് ദൈവമാണ്, വിശ്വസിക്കുന്നത് ദൈവമാണെന്ന് പറയുമ്പോഴാണ് പ്രശ്നം. അങ്ങനെയല്ല, ഉണ്ടാക്കുന്നത് ഞാനാണ്, വിശ്വസിക്കുന്നത് ഞാനാണ്, ദൈവത്തിനൊരു പങ്കുമില്ലെന്ന് പറയുമ്പോഴും പ്രശ്നമാണ്. അങ്ങനെ രണ്ട് എക്സ്ട്രീമിലാണ് ആളുകൾ കിടക്കുന്നത്. അതുകൊണ്ട് വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താണ് ചോദിക്കുന്നത്? വിശ്വാസം ആരാണ് തരുന്നതെന്ന് ചോദിച്ചാൽ വിശ്വാസം തരുന്ന ദൈവമാണ്. ആരാ വിശ്വസിക്കുന്നത് ചോദിച്ചാൽ ഞാനാണ് വിശ്വസിക്കുന്നത്. എങ്ങനെയാണ് വിശ്വസിക്കുന്നത് ചോദിച്ചാൽ ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ ഹൃദയത്തിൽ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് ഞാൻ അത് വിശ്വസിക്കുന്നത്. അങ്ങനെയാണ് പ്രവർത്തനത്തിൽ ഞാനും ദൈവവും ഉണ്ട്. എന്നാൽ ഞാനും ദൈവവും കൂടെ പങ്കാളികളായിട്ടല്ല. സിനർജിസം എന്ന് പറഞ്ഞ ഒരു ആശയമുണ്ട്. അതായത് രക്ഷയുടെ കാര്യത്തിൽ ദൈവവും നമ്മളും പങ്കാളികളാണ്. ഞാൻ പാതി, ദൈവം പാതി. അങ്ങനെയില്ല. ഞാൻ ഫുള്ള്, ദൈവം ഫുള്ള്. ദൈവം ചെയ്യേണ്ടത് മുഴുവൻ ദൈവം ചെയ്യും, ഞാൻ ചെയ്യേണ്ടത് മുഴുവൻ ഞാൻ ചെയ്യും. അല്ലാതെ പകുതി ദൈവം ചെയ്തിട്ട് പകുതി ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞ് അങ്ങനെ രണ്ടുപേരും കൂടെ ചേർന്ന് ഒരു സിനർജിക് സാൽവേഷൻ എന്ന് പറയുന്നതായിരിക്കുന്ന ഒരു ആശയമില്ല. ഇതൊക്കെ ഒരുപാട് ദൈവദാസന്മാരെ യുഗങ്ങളായിട്ട് ചിന്തിക്കുകയും അതായത് വലിയ വലിയ കൗൺസിലുകൾ കൂടി 200, 300, 400 വേദശാസ്ത്രികൾ ഒരു വർഷം മുഴുവൻ ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യുകയൊക്കെ ചെയ്തതാണ്. അപ്പോ ഇതൊന്നും പഠിച്ചിട്ടില്ലാത്ത നമ്മൾ ചിലപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് കയറി അഭിപ്രായം പറയും. അതല്ലേ ചിലരങ്ങനെ പറയും, മോനെ ഞാൻ പറഞ്ഞു തരാമെന്ന് പറയും. അവർക്ക് ഉത്തരം പറയാൻ ഒരു സെക്കൻഡ് മതി. കാരണം എന്താ? അവരത് ചിന്തിച്ചിട്ടില്ലാത്തവർക്ക് ഒരു വൺ ലൈൻ തിങ്കിങ്, മറ്റേ ലൈൻ തിങ്കിങ് ഇല്ലാത്തവരവർ നീ എന്തിനാ ഇത്രയും വിഷമിക്കും, ഞാൻ നിന്നോട് പറഞ്ഞു തരാമെന്ന് അങ്ങനെ പറയുന്ന ആളുകളുണ്ട്. അവർക്ക് വളരെ ഉത്തരവാണ്. എനിക്ക് എൻ്റെ ഒരു ബന്ധത്തിൽപ്പെട്ട ഒരാളുണ്ടായിരുന്നു. അദ്ദേഹം എന്നോട് പറയും, നീ എന്തിനാ ഈ ബൈബിളൊക്കെ ഇങ്ങനെ ഇരുന്ന് പഠിക്കുകയും വായിക്കുകയും ഒക്കെ ചെയ്യുന്നത്? നേടാ പ്രസംഗിക്കാൻ 5 മിനിറ്റ് മതി, നീ ഇങ്ങോട്ട് ഏത് വാക്യം പ്രസംഗിക്കാം. അപ്പൊ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം പ്രസംഗിക്കുക എന്ന് പറയുന്നത്, നമുക്കൊരു വാക്യം എടുത്ത് പ്രസംഗിക്കണമെങ്കിൽ മണിക്കൂർ, ദിവസങ്ങളും ആഴ്ചകളും വേണം. നീ എന്തിനാ ഇത് ബന്ധപ്പെടുന്നത്? നീ ഇങ്ങോട്ട് ഏത് വാക്യം നമുക്ക് പ്രസംഗിക്കണം, ഞാൻ പറഞ്ഞുതരാം. അപ്പൊ അവർക്കത് വളരെ നിസ്സാരമായ ഒന്നാണ്. പക്ഷെ ഈ പഠിച്ചിട്ടവർക്ക് മർമ്മം അറിയാവുന്നവർക്ക് അടിക്കാൻ ഒക്കില്ലെന്ന് പറയില്ലേ? കാരണം നോക്കുന്നിടത്തില്ല മർമ്മം, അടിച്ചാവൻ തത്തു പോകും. അപ്പൊ അങ്ങനെ അടിക്കാൻ ഒക്കില്ല, ഒരുപാട് സൂക്ഷിച്ച് അടിക്കാൻ ഒക്കും. മർമ്മം അറിയാൻ വയ്യാത്തവർക്ക് എവിടെയും ഇട്ട് കൊടുക്കാം, ചത്തില്ല എന്ന് പറയുന്നത് അങ്ങനെ ഒരു കാര്യമുണ്ട്. ഇപ്പോൾ നല്ല ചോദ്യമാണ്, വിശ്വാസം ആരുടേതാണെന്ന് ചോദിച്ചാൽ എൻ്റെ വിശ്വാസം എന്നെ രക്ഷിക്കുന്നത്. പക്ഷെ ആ വിശ്വാസം എനിക്ക് എങ്ങനെയാണ് കിട്ടുന്നത് വെച്ചാൽ ദൈവം തരുന്നതാണ്. രണ്ടു വശമുണ്ട്. ഈ സ്വന്തമായിട്ടാണ് വിശ്വാസം ഉണ്ടാകേണ്ടതെങ്കിൽ ലോകത്തിൽ രക്ഷിക്കപ്പെടേണ്ടത് ഏറ്റവും കൂടുതൽ ശാസ്ത്രജ്ഞന്മാരും വിദ്വാൻമാരുമായ ആളുകളാണ്. കാരണം അവർക്കെല്ലാം ചിന്തിക്കാൻ കഴിയുന്നത്. പക്ഷെ ജ്ഞാനികൾക്ക് ഉപയോഗിക്കും മറിച്ച് ശിശുക്കൾക്കാണ് വെളിപ്പെടുത്തി കൊടുക്കുന്നത്. അത് ദൈവത്തിന്റെ പ്രത്യേകതയാണ്. ജ്ഞാനികൾ ഏറെ ഇല്ലെന്നാ, അവരാണിത്. അവരെ വളരെ ചിന്തിച്ചാലോചിച്ചിട്ട് അവർ പറയും, എനിക്ക് ഒരു വിധത്തിലും അത് മനസ്സിലാവുന്നില്ല, ഒരു വിധത്തിലും. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, ഭട്നാഗർ അവാർഡ് എന്ന് പറയുന്ന അവാർഡാണ് ഇന്ത്യയിലെ ശാസ്ത്രത്തിന് കിട്ടുന്ന ഏറ്റവും വലിയ അവാർഡ്, ഭട്നാഗർ അവാർഡ്. ഭട്നാഗർ അവാർഡ് കിട്ടിയതായിരിക്കുന്ന ഒരാളിന് ഞാൻ പരിണാമത്തെക്കുറിച്ചും സൃഷ്ടിയെക്കുറിച്ചും എഴുതിയതായിരിക്കുന്ന ഒരു പുസ്തകം കൊടുത്തു വായിക്കാൻ. അദ്ദേഹത്തെ എനിക്ക് വ്യക്തിപരമായി പരിചയമുള്ള ഒരാളാണ്. അദ്ദേഹം ഭട്നാഗർ അവാർഡ് കിട്ടിയപ്പോൾ ഞാനും അദ്ദേഹത്തെ കൺഗ്രാജുലേറ്റ് ചെയ്തു, അദ്ദേഹം എഴുതി കൊടുത്തു. അദ്ദേഹം അതെല്ലാം വായിച്ചു കേട്ടോ. അദ്ദേഹം പറഞ്ഞു വായിച്ചെന്ന് പറഞ്ഞു, വായിച്ചിട്ട് ഒരു സെൻസും ഇല്ല. അത് എഴുതിയതായിരിക്കുന്ന ആളെന്ന് പറയുന്നത് വേറൊരു വലിയ ശാസ്ത്രജ്ഞനാണ് എഴുതിയത്, ക്രിയേഷൻ സയന്റിസ്റ്റിലെ ഏറ്റവും വലിയ ശാസ്ത്രജ്ഞൻ എഴുതിയത്. അത് എഴുതിയിട്ട് അദ്ദേഹം പറഞ്ഞു യാതൊരു സെൻസും ഉണ്ടാവില്ല. സെൻസ് ഉണ്ടാവില്ല. കാരണം അദ്ദേഹത്തിന്റെ ചിന്ത, ലൈൻ ഓഫ് തിങ്കിങ് വേറെ ഒന്നാണ്. ആ ലൈനിൽ തിങ്ക് ചെയ്ത് അങ്ങനെ ചിന്തിക്കാൻ നോക്കും. സുബോധമുള്ളതായിരിക്കുന്ന ആത്മാവ് ചിന്തിച്ചല്ലേ നോക്കൂ. പൗലോസ് എത്ര വലിയ പണ്ഡിതനായിരുന്നു. എത്ര കാലം പൗലോസ് ഓടി നടന്നു, ക്രിസ്ത്യാനികളെ കൊന്നും ക്രിസ്തുവിനെതിരെ പ്രസംഗിച്ചും കൊണ്ട് ഓടി നടന്നു. എന്നിട്ട് ഡെമസ്കോസിന്റെ വഴിപാടിൽ വെച്ച് കർത്താവ് എന്ത് ചെയ്തു? ഒറ്റ അടിക്ക് അവനെ താഴെ ഇട്ടു.
എല്ലാം ക്ലിയറായി. പൗലോസ് പറഞ്ഞു എനിക്ക് മുഴുവൻ ക്ലിയറായി. യേശു ക്രിസ്തു ആരാണെന്ന് ദൈവത്വം മനസ്സിലായി, മനുഷ്യത്വവും മനസ്സിലായി, എല്ലാം മനസ്സിലായി. നേരെ പോയത് സിനഗോഗിലേക്കാണ് പോയത്. 2-3 ദിവസം പ്രാർത്ഥിച്ച് സ്നാനം കഴിഞ്ഞ് നേരെ സിനഗോഗിൽ പോയി യേശു ക്രിസ്തു ദൈവപുത്രൻ എന്ന് തന്നെ അവർക്ക് തെളിയിച്ചു കൊടുക്കുന്നവര്. അപ്പൊ എങ്ങനെയാണ് ഈ ഒറ്റ രാത്രി കൊണ്ട് അടിച്ച് താഴെയിട്ട് 3 രാത്രി കൊണ്ട് നിനക്ക് ഈ തിയോളജി മുഴുവൻ മനസ്സിലായത്? അതാണ് അതിന് വിജയം. ദൈവം അവനെ പിടിച്ചപ്പോൾ അവനെല്ലാം മനസ്സിലായി. അതുവരെ ഗമാലിയലിന്റെ പാദപീഠത്തിലൊക്കെ ഇരുന്ന് പഠിച്ചവനാന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഒരു കാര്യവുമില്ല, ഒരു കാര്യമില്ല. ദൈവം അവന്റെ കണ്ണ് തുറന്നപ്പോഴാണ്, എന്റെ ഹൃദയത്തിന്റെ ദൃഷ്ടി തുറന്നപ്പോ കാര്യങ്ങള് മനസ്സിലായി. അല്ലെങ്കിൽ മനസ്സിലാവില്ല, അല്ലെങ്കിൽ മനസ്സിലാവില്ല എന്ന് പറഞ്ഞ പോലെയാണ് ഈ കാര്യങ്ങളെ, സത്യങ്ങൾ എന്ന് പറയുന്നത്. നമ്മൾ വൺ സൈഡ് മാത്രം ചിന്തിക്കുമ്പോൾ നമുക്ക് ആ ഒരു എന്താ പറയുന്ന വൺ സൈഡഡ് ചിന്താഗതി മാത്രമേ നമുക്ക് സാധിക്കൂ. അപ്പോ ഈ പൊതുവായ കൃപ എന്ന് പറയുന്നത് അവിശ്വാസികളായ മനുഷ്യർക്കും ദൈവം കൊടുക്കുന്നതാണ്. ഈ ലോകത്തിന്റെ നിലനിൽപ്പിന് അത് ആവശ്യമാണ്. ഇപ്പൊ ശാസ്ത്രം വളരണം, വൈദ്യശാസ്ത്രം വളരണം, വേണ്ടേ? കൃഷിശാസ്ത്രം വളരണം. അതുപോലെ തന്നെ മനുഷ്യന്റെ ആസ്വാദനത്തിന് എന്ത് വേണം? കലകൾ വളരണം, മ്യൂസിക് വളരണം, ഇങ്ങനെയുള്ള കലകളൊക്കെ വളരണം. കലകളില്ലാത്ത ഒരു ലോകത്തെ കുറിച്ച് ചിന്തിക്കാൻ നോക്കുമോ? എന്തോ ഒരു ഡ്രൈ ആയിട്ടുള്ള ഒരു ഇതാണ്. നമ്മൾ പാറക്കുട്ടങ്ങൾ മാത്രം കാണും. പക്ഷേ പാറകളിലെ നെഹ്റുവിന്റെയോ ഗാന്ധിയുടെയോ ഒരു ചിത്രം ഒരാൾ കൊത്തിവെക്കുമ്പോൾ നമ്മൾ പറയും, എത്ര മനോഹരമായിരിക്കുന്നു, എത്രയോ പാറകളുണ്ട്, അതിൽ ഒരു പാറയില്ല. കണ്ടില്ല? അത് കലാരൂപമാണ്, അതൊരു കലാരൂപമാണ്. അത് ദൈവത്തിന്റെ പ്രത്യേകമായിരിക്കുന്ന കൃപ കൂടാതെ, പ്രത്യേകമല്ല, ദൈവത്തിന്റെ പൊതുവായിരിക്കുന്ന കൃപ കൂടാതെ അത് ചെയ്യാനായിട്ട് സാധിക്കുകയില്ല. അത് നമുക്ക് ആവശ്യമാണ്. പഴയ നിയമത്തിലെ ദൈവാലയം പണിയാൻ, അല്ലെങ്കിൽ സമാന കൂടാരം പണിയാനായിട്ട് ബസലിയൽ എന്നും ഒഹോലിയാബ് എന്നും രണ്ടാളുകൾ, അവർ കലാപരമായ കഴിവുകളുള്ളവരായിരുന്നു. പക്ഷേ അതുകൊണ്ട് മാത്രം ദൈവത്തിന്റെ വില ചെയ്യാൻ ഒക്കില്ല. ദൈവം എന്ത് ചെയ്തു? ദൈവത്തിന്റെ കൃപ കൊടുത്ത് അവരുടെ കലാരൂപങ്ങളെ, അവരുടെ കലാപരമായ കഴിവുകളെ സാങ്ക്ടിഫൈ ചെയ്യാനായിട്ട് ദൈവം തീരുമാനിച്ചു, ഇതിന് വിശുദ്ധീകരിച്ചു. അപ്പോഴാണ് അവർക്ക് ദൈവത്തിന്റെ ആലയത്തിലെ ദൈവം കൊടുത്ത് മാതൃക പ്രകാരം ചെയ്യാനായിട്ട് കഴിയും. അവർ കലാരൂപം ഉള്ളവരാ. കലാരൂപം ഇല്ലാത്ത ഒരാളെ കൊണ്ട് ജയിക്കാനായിട്ട് കഴിയും. പക്ഷേ കലാവാസന ഇല്ലാത്ത ഒരാളെ കൊണ്ട് ജയിക്കുന്നതിനേക്കാൾ എത്ര എളുപ്പമാണ് കലാവാസനയുള്ള ഒരാളെ കൊണ്ട് ജയിക്കുന്നത്. എന്നെ കൊണ്ട് ഞാൻ വിചാരിക്കുന്ന ഒരു വലിയ സ്റ്റേജിൽ കയറി ഒരു സോളോ പാടിക്കാനായിട്ട് ദൈവത്തിന് കഴിയുമെന്ന് ചോദിച്ചാൽ കഴിയും. പക്ഷെ അതിനേക്കാൾ എത്ര എളുപ്പമാണ് കുട്ടിയച്ഛനെ കൊണ്ടൊരു സോളോ പാടിക്കാൻ കഴിയുന്നത്. ഞാനും എന്നെ കൊണ്ട് പാടിക്കാൻ ദൈവത്തിന് കഴിവില്ല എന്നിട്ടൊന്നും അല്ല. അതാ എനിക്ക് അതിനുള്ളതായിരിക്കുന്ന സ്വാഭാവികമായിരിക്കുന്ന കഴിവ് ദൈവം തന്നിട്ടില്ല, പാടാനുള്ള കഴിവ്. അപ്പൊ പിന്നെ ഇല്ലാത്തതായിരിക്കുന്ന ഒരു കഴിവ് എനിക്ക് തന്നെ എന്നെ കൊണ്ട് പാടിക്കാനായിട്ട് കഴിയും. അങ്ങനത്തെ എത്രയോ പേരെ കൊണ്ട് പാടിച്ചിട്ടുണ്ട്. എന്ന് മാത്രമല്ല, നമ്മുടെ സഭകൾ തുടങ്ങിയതായിരിക്കുന്ന ആരംഭകാലത്ത് നിങ്ങളോട് പറയാം, ഞാനാണ് പാട്ടുകൾ ലീഡ് ചെയ്തത്. ഞാൻ പഠിപ്പിച്ച പാട്ടുകളാണ് ആദ്യകാലത്ത് പാടിയത്. പക്ഷെ ഒരു കാര്യം എനിക്ക് മനസ്സിലായി, പാട്ട് പാടാൻ കഴിവുള്ള സഹോദരന്മാരുണ്ടെന്ന് കണ്ടപ്പോൾ ഞാൻ ചെറിയ പുറത്തോട്ട് വലിക്കും. പക്ഷേ ഞാൻ അന്ന് ഇംഗ്ലീഷ് പാട്ട് പഠിപ്പിച്ചു, മലയാളം പാട്ട് പഠിപ്പിച്ചു. അതിന് ആവശ്യമായിരുന്നു. കാരണം അല്ലേ പാട്ടില്ല. സഭായോഗം കൂടുമ്പം കത്തോലിക്കയുടെ പാട്ടല്ലേ അവർക്കറിയത്തുള്ളൂ, മറിയോടുള്ള പദാർത്ഥത്തിന്റെ പാട്ടല്ലേ അവർക്കറിയും, കുർബാനയ്ക്ക് പാടുന്ന പാട്ടല്ലേ അവർക്കറിയും. അവർക്കറിയാമോ കൃപ എന്നുള്ള പാട്ടും ദൈവസേവ എന്നുള്ള പാട്ടും ഒന്നും അറിയില്ല. ഇപ്പൊ ഞാൻ പാടി കേൾപ്പിച്ചു. ഞാൻ പാടി കേൾപ്പിച്ചത് അവരെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര സ്വർഗീയമായിരിക്കുന്ന സൗണ്ടിലാണ് ഞാൻ പാടി കേൾപ്പിച്ചത്. പക്ഷെ അവർക്ക് അതിനുള്ള കഴിവുണ്ട്. ദൈവം അതിനുള്ള കഴിവും കൃപയും ഒക്കെ കൊടുത്തെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, സഹോദരന്മാരെ, ഇനി നിങ്ങൾ പാടി, ഞാൻ നിങ്ങളെ പാട്ട് പഠിപ്പിച്ചല്ലോ, ഈ പാട്ട് നിങ്ങൾ ശരിക്കും പാടുക, കാസറ്റുകളും ഒക്കെ വാങ്ങി അത് കുറച്ചുകൂടെ നന്നായിട്ട് കേട്ട് പാടാൻ പറഞ്ഞു. അപ്പൊ അങ്ങനെയൊക്കെ ദൈവത്തിന് എന്നെ കൊണ്ട് ജയിക്കാനായിട്ട് കഴിഞ്ഞൊരു കാലമുണ്ട്. പക്ഷെ എന്നെ ദൈവം വിളിച്ചത് പാട്ട് പാടാൻ വേണ്ടി അല്ലെന്നുള്ള കാര്യം എനിക്ക് അന്നും അറിയാം, ഇന്നും അറിയാം, ഒരുപോലെ അറിയാവുന്നൊരു കാര്യമാണ്. പക്ഷെ ആവശ്യമായി വന്നപ്പോൾ എന്ത് ചെയ്തു? അതൊക്കെ ചെയ്തു കൊടുത്തു. അങ്ങനെ പല കാര്യങ്ങളും ചെയ്യാറുണ്ട്. അതെ, അമ്മ മരിച്ചു പോയതായിരിക്കും ചില വീടുകളിൽ, അതുവരെ ഒരു കാപ്പി പോലും ഇട്ടിട്ടില്ലാത്തതായിരിക്കും അപ്പൻ അമ്മയെ കൊണ്ട് അടക്കിയതിന് ശേഷം വന്ന് പിള്ളേരൊക്കെ ഉണ്ട് രാവിലെ അടുക്കളയിൽ കയറി കാപ്പിപ്പൊടി ഏതാ പിന്നെ മസാലപ്പൊടി ഏതാന്ന് തിരിച്ചറിയാൻ വയ്യാത്തതായിരിക്കുന്ന മനുഷ്യനെ മണത്ത് നോക്കിയിട്ട് പറയില്ല, എങ്കിലും വിശ്വാസത്താൽ താൻ കുറച്ച് പൊടി ഇട്ടു, അത് ഭാഗ്യവശാൽ കാപ്പിപ്പൊടി ആയിപ്പോയി, അപ്പൊ എല്ലാവരും കാപ്പി കുടിച്ചു. അപ്പൊ അന്ന് അവന് മനസ്സിലായി കാപ്പി പൊടി ഏത് പാത്രത്തായിരിക്കുന്നത്. പിറ്റേ ദിവസം കാപ്പിയുടെ വന്നപ്പോ ആദ്യത്തെ ദിവസത്തെ തത്രപ്പാടില്ല, കാരണം അവനറിയാം ഏതാ കാപ്പിപ്പൊടി എന്നുള്ളത്. അങ്ങനെയൊക്കെയാ പോകുന്നത്. പക്ഷേ ജീവിതകാലം മുഴുവൻ അങ്ങനെ പോയില്ല. പാചകത്തിലൊക്കെ പഠിച്ച് ചിലപ്പോൾ നല്ല പാചകക്കാരായിട്ട് വരും. അവന് പിള്ളേരൊക്കെ അവനെ ഉണ്ടാക്കി കൊടുക്കുന്നൊക്കെ കഴിച്ച് ഒക്കെ അങ്ങനെ ജീവിക്കും. അങ്ങനെയാണ്. അതുപോലെയാണ് ഭർത്താവ് മരിച്ചു പോയതായ ചില ഭാര്യമാര്. അവരൊരിക്കലും ബാങ്കിൽ പോയിട്ടില്ല, ഒരിക്കലും ഒരു ഓഫീസിൽ പോയിട്ടില്ല, അവരൊന്നും പോയിട്ടില്ല. അവർ കഴിഞ്ഞിട്ട് പഞ്ചായത്ത് ഓഫീസിൽ പോകുന്നു, ഭർത്താവിന്റെ ഡെത്ത് സർട്ടിഫിക്കറ്റ് വേണമെന്നും. എവിടെയാ പോയി ചോദിക്കണമെന്ന് അവർക്കില്ല, പഞ്ചായത്ത് ഓഫീസ് എവിടെയെന്നറിയില്ല. ആരോടൊക്കെ ചോദിച്ച് പോയി. കുറച്ച് കഴിയുമ്പോൾ അവരാണ് അതെല്ലാം നടത്തുന്നത്. അതൊക്കെ സ്വാഭാവികമായിരിക്കുന്ന കഴിവുകളാണ്, അതൊന്നും ആത്മീയമായിരിക്കുന്ന കഴിവുകളല്ല. അതൊക്കെ പഠിച്ച് നമുക്ക് വളരാനായിട്ട് കഴിയുന്നതാണ്. അതുപോലെ തന്നെയാണ് ഈ പൊതുവായ കൃപ എന്ന് പറയുന്നത്.
പക്ഷെ അതുകൊണ്ട് പൊതുവായ കൃപ, രക്ഷാകരമായ കൃപ എന്നീ വേർതിരിവുകള് നവീകരണ കാലഘട്ടത്തിന്റെ സംഭാവനയാണ്. സ്വാഭാവിക മനുഷ്യനിലുള്ള നന്മയെ വിശദീകരിക്കുവാൻ അഗസ്റ്റിൻ ഉപയോഗിച്ച കൃപ എന്ന വാക്ക് ഉപയോഗിച്ചിട്ടേ ഇല്ല. ഒരു പ്രാവശ്യം പറഞ്ഞാന്ന് തോന്നുന്നു അഗസ്റ്റിൻ, സെയിന്റ് അഗസ്റ്റിൻ ഒരിക്കലും കൃപയെന്ന വാക്ക് സ്വാഭാവിക കഴിവ് ഉപയോഗിക്കാനായിട്ട് ഉപയോഗിച്ചിട്ടില്ല. അതിന്റെ എഴുത്തുകൾ ഒന്നും ഉപയോഗിച്ചിട്ടില്ല. തനിക്ക് കൃപ എപ്പോഴും രക്ഷാകരമായ ദൈവകൃപയാണ്. അവിശ്വാസികൾ കാണുന്ന നന്മകളെ അദ്ദേഹം കൃപയെന്ന് പറഞ്ഞില്ല. അതിനെ കഴിവുകൾ എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. കഴിവുകൾ, വാസനകൾ എന്നൊക്കെ അദ്ദേഹം പറഞ്ഞത്, കൃപയെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ പെലേജിയസ് എന്ന് പറഞ്ഞതായിരിക്കുന്ന ആളുകള് അവിശ്വാസികൾ കാണുന്ന നന്മകൾ ചൂണ്ടിക്കാണിച്ചപ്പോൾ അവ നന്മയല്ല, പാപമാണെന്നാണ് അഗസ്റ്റിൻ പറഞ്ഞത്. പക്ഷെ പെലേജിയസ് പറഞ്ഞു അങ്ങനെയല്ല, അതൊക്കെ ദൈവത്തിന്റെ പ്രത്യേക നന്മകളാണ്, ദൈവം പ്രത്യേകമായിട്ട് ആർക്കും ഒന്നും കൊടുക്കുന്നില്ല. അപ്പൊ ദൈവം കൊടുത്തിട്ടുള്ളത് പൊതുവായ കൃപ എന്നുള്ള അർത്ഥത്തിലാണ്. എന്ന് പറഞ്ഞാൽ കൃപയെ അങ്ങനെ രണ്ടായിട്ട് തരംതിരിക്കാനേ കഴിയില്ലെന്നാണ് പെലേജിയസ് പറഞ്ഞത്. ദൈവം കൊടുക്കുന്ന കഴിവുകളുണ്ട്, ആ കഴിവ് ഉപയോഗിച്ചുകൊണ്ട് രക്ഷപ്പെടാൻ കഴിയുമെന്നാ പറഞ്ഞത്. യേശുക്രിസ്തു ദൈവപുത്രനാണെന്ന് ആലോചിച്ച് ആർക്കാ മനസ്സിലാകാത്തത്? യേശുക്രിസ്തുവിന്റെ മരണം നമ്മുടെ പാപത്തിന് വേണ്ടിയാണെന്ന് ആലോചിച്ച ഏത് ബുദ്ധിമാനം മനസ്സിലാകാത്തത്? എന്നിട്ട് അത് വിശ്വസിക്കാൻ ഏത് മനുഷ്യനാണ് കഴിവില്ലാത്തത്? അതിന് ദൈവത്തിന്റെ കൃപ വേണമെന്നാ പലരും ചോദിച്ചു. അതിന് ദൈവത്തിന്റെ കൃപയൊന്നും വേണ്ട, അതൊക്കെ നമ്മുടെ കഴിവുകൊണ്ട് നമുക്കൊക്കെ ചെയ്യാവുന്നതാണ്. പിന്നെ എന്താ ഉപയോഗിക്കാത്ത ചോദിച്ചാൽ പലേജീസ് പറയും അവൻ ഇഷ്ടമില്ലാഞ്ഞിട്ടാന്ന് പറഞ്ഞു. അവൻ ഇഷ്ടമില്ലാഞ്ഞിട്ടാ, ഞാൻ കഴിവില്ലാഞ്ഞിട്ടല്ല, അവൻ ഇഷ്ടമില്ലാഞ്ഞിട്ടാ എന്ന് പറയും. എന്നാൽ ജോൺ ഗാൽവിനോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ജോൺ ഗാൽവിൻ പറയും അങ്ങനെയല്ല, അവനത് വിശ്വസിക്കാൻ ഒക്കുകയില്ല. കാരണം ദൈവത്തിന്റെ പ്രത്യേകമായിരിക്കുന്ന കൃപ കൂടാതെ അവന്റെ ആത്മീയ കണ്ണുകൾ തുറന്ന് അവൻ പാപിയാണെന്നും കർത്താവായ യേശുക്രിസ്തു അവന് പകരം മരിച്ചുവെന്നും അവന് വിശ്വസിക്കാനായിട്ട് ഒക്കുകയുള്ളൂ. യുദിയായുടെ ഹൃദയം ദൈവം തുറന്നപ്പോൾ, കഥാവ് ഹൃദയം തുറന്നപ്പോഴാണ് അവർക്ക് വിശ്വസിക്കാനായിട്ട് ഇടയായത്. അങ്ങനെ ഒക്കൂ, അങ്ങനെ സാധിക്കൂ. അത് ദൈവത്തിന്റെ പ്രത്യേകമായിരിക്കുന്ന പ്രവൃത്തിയാണ്. അപ്പോൾ ഈ അർമേനിയൻ ചിന്താഗതികളുള്ള ആളുകൾ ഒരുപാട് പേരുണ്ട്. അവരെ സംബന്ധിച്ച് അവരുടെ ലൈൻ ഓഫ് തിങ്കിങ്ങേ ഡിഫറെന്റ് ആണ്. ജോൺ വെസ്ലി, ചാൾസ് വെസ്ലി, ഇങ്ങനെയുള്ള ഒത്തിരി ആളുകളുണ്ടായിരുന്നു. അവരൊക്കെ അങ്ങനെ വിശ്വസിച്ചത് അർമേനിയൻ ചിന്താഗതിക്കാരാണ്, പ്യൂർ അർമേനിയൻസ് ആണ്. അവർക്കൊക്കെ ദൈവത്തിന്റെ പ്രത്യേക കൃപയെന്ന് പറഞ്ഞ ആശയമൊന്നും സ്വീകാര്യമല്ല. ജോൺ വിറ്റ്ഫീൽഡ് എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. ജോൺ വിറ്റ്ഫീൽഡ്, ജോൺ വെസ്ലി ഒരുമിച്ചാണ് പ്രവർത്തിച്ചത്. വാസ്തവത്തെ മൂവ്മെന്റ് തുടങ്ങിയ ജോൺ വിറ്റ്ഫീൽഡ് ആണെങ്കിൽ ജോൺ വെസ്ലി അത് പിടിച്ചു പറിക്കുകയായിരുന്നു എന്ന് പറയാം. പക്ഷെ ജോൺ വിറ്റ്ഫീൽഡ് ഭയങ്കര കാൽവിനിസ്റ്റ് ആയിരുന്നു. ജോൺ വെസ്ലി എന്ന് പറയുന്നത് നേരെ തിരിച്ചുമായിരുന്നു. അന്നത്തെ കാലത്ത് ടോപ്പ് ലേഡി എന്ന് പറഞ്ഞതായിരിക്കും ഒരു പുരുഷനുണ്ടായിരുന്നു. പേര് കേട്ടാൽ നമുക്ക് തോന്നുന്നു കേടിയാന്നല്ല. ടോപ്പ് ലേഡി ഒരു വലിയ പാട്ടെടുത്ത്. അപ്പോ ജോൺ വെസ്ലി പറഞ്ഞത് ടോപ്പ് ലേഡി ഈസ് ഗോഡ് ഈസ് മൈ ഡെവിൾ എന്ന് പറഞ്ഞു. കാരണം ടോപ്പ് ലേഡിയുടെ പാട്ടുകളിലൊക്കെ ഈ ദൈവത്തിന്റെ സർവാധികാരത്തെക്കുറിച്ചും ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പിനെ കുറിച്ചും ഒക്കെ ഉള്ളതായിരിക്കുന്ന പാട്ടുകളാണ്. അപ്പോ ജോൺ വെസ്ലി പറഞ്ഞു ഹിസ് ഗോഡ് ഈസ് മൈ ഡെവിൾ എന്ന് പറഞ്ഞു. അപ്പോ നിങ്ങൾക്ക് വിചാരിക്കാം ഇവർ തമ്മിലുള്ളതായിരിക്കുന്ന ഈ ആശയവിനിമയത്തിലെ വ്യത്യാസങ്ങൾ, ചിന്താഗതിയിലെ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് എത്ര ആഴത്തിലുണ്ടെന്ന്. ഒരാളെ ദൈവം മറ്റേയാളുടെ സാത്താനാണെന്ന് പറയണമെങ്കിലേ. അതായത് ചില മനുഷ്യരെ രക്ഷയ്ക്ക് വേണ്ടി തിരഞ്ഞെടുക്കുകയും മറ്റുള്ളവരെ വേണ്ടി വിടുകയും ചെയ്യുന്നതായിരിക്കും ദൈവം എനിക്ക് സാത്താനാണ്, ദൈവം അല്ലെന്നാണ് ഒരാൾ പറഞ്ഞത്. മറ്റേ ആള് പറയുന്നു മനുഷ്യൻ വിശ്വസിക്കോ എന്ന് പറഞ്ഞ് ഇങ്ങനെ പുറകെ നടക്കുക. ഇപ്പൊ പുറകെ നടക്കുക, ഇപ്പം വിശ്വസിക്കോടാ എന്നും പറഞ്ഞ് പുറകെ നടക്കുക. വിശ്വസിച്ചിരുന്നെങ്കിൽ രക്ഷിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ നടക്കുന്നതായിരിക്കും ദൈവത്തെ ആർക്ക് വേണം? അങ്ങനെ കാണുന്ന ദൈവത്തെ ആർക്ക് വേണം? ഈ രണ്ടുപേരും അവരുടെ എക്സ്ട്രീമിൽ വെച്ച് ചിന്തിക്കുമ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് തമാശയായിട്ട് പറയാം. പക്ഷേ നമ്മുടെ ദൈവം എന്ന് പറയുന്നത് ആദിയിലെ അന്തം കാണുന്നതായിരിക്കുന്ന ദൈവമാണ്. സർവവും തന്റെ ഇഷ്ടപ്രകാരം നിശ്ചയിക്കുന്ന ഒരു ദൈവമാണ്. ഈ ലോകത്തെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് സൃഷ്ടിയെ സംബന്ധിച്ചുള്ള തീരുമാനങ്ങൾ എടുത്ത ഒരു ദൈവമാണ്. അപ്പോൾ അതുകൊണ്ട് ദൈവത്തിന്റെ പ്രത്യേകമായിരിക്കുന്ന കൃപയെക്കുറിച്ച് ദൈവത്തിന്റെ വചനം പറയുന്നു, രക്ഷാകരമായ കൃപയെക്കുറിച്ച് പറയുന്നു. അതുകൊണ്ട് അവിശ്വാസികൾ കാണുന്നതായിരിക്കുന്ന നന്മകള് അത് കൃപയാണ് എന്ന് ജോൺ ഗാൽവിൻ പറയില്ല. ജോൺ ഗാൽവിൻ പറഞ്ഞപ്പോൾ അതെല്ലാം പാപിയായ മനുഷ്യന്റെ ഇടയിലെ നന്മയാണ്. അതായത് വീട്ടിൽ ആവശ്യമില്ലെന്നും പറഞ്ഞ് കൊണ്ടു കളയുന്നതായിരിക്കുന്ന ടൊമാറ്റോയിൽ കാണുന്നതായിരിക്കുന്ന വിറ്റാമിനുകളും മിനറൽസും ഒരുപാടുണ്ട്. അതൊക്കെ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അതില് മനുഷ്യന് ആവശ്യമായിരിക്കുന്ന വിറ്റാമിനുകളും മിനറൽസും ഒക്കെ ഉണ്ട്. പക്ഷെ അതാരും ഉപയോഗിക്കുന്നില്ല. കാരണം എന്താണ്? അത് ചീഞ്ഞ ടൊമാറ്റോയിലെ നന്മകളാണ്. ചീഞ്ഞ മുട്ട പരിശോധിച്ച് നോക്കിയാലും അതില് പ്രോട്ടീൻ വല്ല കുറവ് വരും? ഒരു കുറവും വരികയില്ല. അതിലെ B12 വല്ല കുറവ് വരും? ഒരു കുറവും വരികയില്ല. പക്ഷേ ചീഞ്ഞ മുട്ട ആരും കഴിക്കുകയില്ല. എന്താണെന്ന് ചോദിച്ചാൽ അതിൽ പ്രോട്ടീൻ ഇല്ലാത്തതുകൊണ്ടല്ല, അത് ചീഞ്ഞ മുട്ടയിലെ പ്രോട്ടീനാണ്. അപ്പൊ ജോൺ ഗാൽവിൻ പറയുന്നത് അതാണ്. ഈ അവിശ്വാസികളായിരിക്കുന്ന ആളുകളുടെ കാണുന്നതായിരിക്കുന്ന നന്മകളെ നന്മകൾ എന്ന് പറയേണ്ട ആവശ്യമില്ല. അത് പാപികൾ കാണുന്നതായിരിക്കുന്ന കുറച്ച് നല്ല കാര്യങ്ങളാണ്. അങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ ദൈവം അനുവദിക്കുന്നുണ്ട്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഈ പാപം നിറഞ്ഞ ലോകത്തിന് നിലനിൽക്കണമെങ്കിൽ അങ്ങനെയുള്ള നന്മകൾ കൂടെ ഉണ്ടെങ്കിലേ ഒക്കൂ. ദൈവമക്കൾ നൽകുന്നതായിരിക്കുന്ന
എല്ലാവിധ കാര്യങ്ങളും ശാസ്ത്രീയമായിരിക്കുന്ന നേട്ടങ്ങൾ കൊണ്ടും മറ്റും മാത്രം ഈ ലോകത്തിന് നിലനിന്ന് പോകാൻ ഒക്കില്ല. അതിന് ദൈവം മനുഷ്യവർഗത്തിന്റെ കോമൺ ആയിട്ടുള്ള നിലനിൽപ്പിന് വേണ്ടി മനുഷ്യവർഗത്തിന് ചില നന്മകളൊക്കെ ദൈവം കൊടുക്കുമെന്ന് പറയും. മധ്യകാലഘട്ടത്തിലെ റോമൻ കത്തോലിക്കരുടെ ഇടയിലെ ഈ വിഷയം വ്യത്യസ്തമായ രീതിയിലാണ് ചർച്ച ചെയ്യപ്പെട്ടത്. മനുഷ്യനിലുള്ള ഹീനപ്രവൃത്തി, ലോവർ നേച്ചർ പ്രകടമാകാതിരിക്കുവാൻ സൃഷ്ടിയെങ്കിൽ ലഭ്യമായിരുന്ന ആദ്യ നീതി, ഒറിജിനൽ റൈറ്റ്യസ്നസ് എന്ന പ്രകൃത്യാതീയ ദാനം ഒരു കടിഞ്ഞാണായി പ്രവർത്തിച്ചു എന്നാണ് അവർ പറഞ്ഞത്. ഞാൻ ഒന്നുകൂടെ പറയാം. റോമൻ കാത്തലിക് തിങ്കിങ് എന്താണ്? മനുഷ്യനിലുള്ള ഹീനപ്രവൃത്തി അത് പ്രകടമാകാതിരിക്കുവാൻ സൃഷ്ടിയെങ്കിൽ ദൈവം നൽകിയിരുന്ന ആദ്യ നീതി, ഒറിജിനൽ റൈറ്റ്യസ്നസ്, അതൊരു കടിഞ്ഞാനായിട്ട് പ്രവർത്തിച്ചു. അപ്പൊ പാവം ചെയ്തെങ്കിലും മനുഷ്യനിൽ ഒറിജിനൽ റൈറ്റ്യസ്നസ് ഉണ്ട്. അതുകൊണ്ട് ഒറിജിനൽ റൈറ്റ്യസ്നസ് എന്ത് ചെയ്യും? കടിക്കുന്ന പട്ടിയെ തൊടലിട്ട് പൂട്ടിയിരിക്കുക. ഈ പട്ടി കടിക്കുന്നതാണ്. പിന്നെ ഇതെല്ലാ മനുഷ്യരും കടിക്കാത്ത എന്താണെന്ന് ചോദിച്ചാൽ ഈ തൊടലിട്ട് ദൈവത്തിന് കയ്യിലിരിക്കുക. അതുകൊണ്ട് പട്ടി ചാടി ചെല്ലുന്നു, ദൈവം ഇങ്ങോട്ട് വലിക്കും. അല്ലെങ്കിൽ ഈ മനുഷ്യൻ ഇത് മുഴുവനും അങ്ങനെ ചെയ്യുമായിരുന്നു. അതാണ് റോമൻ കത്തോലിക്കരുടെ ചിന്താഗതി എന്ന് പറയുന്നത്. അപ്പോ അങ്ങനെ ദൈവം സൃഷ്ടിക്ക് നൽകിയതായിരിക്കുന്ന ആദ്യ നീതി, ഒറിജിനൽ റൈറ്റ്യസ്നസ്, പാപിയായ മനുഷ്യൻ പാപത്തിലേക്ക് അങ്ങ് താണ് പോകാതിരിക്കത്തക്കൊണ്ട് ഒരു കടിഞ്ഞാനായിട്ട് പ്രവർത്തിക്കുന്നു. എന്നാൽ ആദാമ്യ വീഴ്ചയോടുകൂടെ ഈ കടിഞ്ഞാൻ നഷ്ടമാവുകയും മനുഷ്യന്റെ പ്രകൃതി പാപപ്രവണതയുള്ളതായി തീരുകയും ചെയ്തു എന്ന് മറ്റുള്ളവർ പറയും. ആ ഒറിജിനൽ നീതി എന്ന് പറയുന്ന അന്ന് ഇന്നും അതില്ല, മനുഷ്യനില്ലാതെ നഷ്ടമായി പോയി. പെലേജിയസ് എന്ന് പറഞ്ഞതായിരിക്കുന്ന ആള് പറഞ്ഞത്, ജനിക്കുന്നതായിരിക്കുന്ന ഓരോ പൈതലും ആദവിനെ ദൈവം സൃഷ്ടിച്ചപ്പോൾ എങ്ങനെയായിരുന്നു അതേ സ്വഭാവത്തോടുകൂടി, അതേ പവിത്രതയോടുകൂടി, അതേ രീതിയിലാണ് ജനിക്കുന്ന ഓരോ കുഞ്ഞും. പാപ സ്വഭാവം എന്ന് പറയുന്ന ഒന്നും അവനില്ല. ആദാമിനെ സൃഷ്ടിച്ചപ്പോൾ എങ്ങനെയാണോ സൃഷ്ടിച്ചത് അതുപോലെ തന്നെയാണ് ഓരോ കുഞ്ഞും ജനിക്കുന്നത്. ആ കുഞ്ഞ് പിന്നെ മാതാപിതാക്കന്മാരുടെ തെറ്റായിരിക്കുന്ന മാതൃ കണ്ട് പഠിക്കുന്നതാണ് ഈ പാപം. അല്ല അവർ പാപ സ്വഭാവത്തോട് ജനിക്കുന്നത് കൊണ്ട്. പക്ഷേ വചനം പറയുന്നത് എൻ്റെ അമ്മ എന്നെ പാപത്തിൽ ഗർഭം ധരിച്ചു എന്നാണ്. എന്നിൽ എന്ന് വെച്ചാൽ എൻ്റെ ജനത്തിൽ യാതൊരു നന്മയും ഇല്ല. ആഗ്രഹിക്കുന്ന നന്മ പോലും ചെയ്യാൻ കഴിയാതെ വണ്ണം തിന്മ എൻ്റെ മേൽ കടിഞ്ഞാനിട്ട് മുറുക്കിയിരിക്കുന്ന ഒരവസ്ഥയാണെന്നാണ് അപ്പോസ്തലൻ പൗലോസ്. അപ്പൊ കാഴ്ചപ്പാടിലെ വ്യത്യാസങ്ങളാണ് പറയുന്നത്. മനുഷ്യൻ ഇന്നും ജന്മപ്രകൃതി ആദാവിനുള്ള നന്മയോടുകൂടിയാണ് മനുഷ്യൻ ഇരിക്കുന്നത് എന്ന് പറയുമ്പോൾ പിന്നെ അവന് പ്രത്യേക കൃപ വേണോ? ആദാവിന് പ്രത്യേക കൃപയൊന്നും വേണ്ടായിരുന്നല്ലോ പഴം തിന്നാതിരിക്കാനായിട്ട്. വേണ്ട, ആവശ്യം ഉണ്ടായിരുന്നില്ല. തിന്നാതിരിക്കാനുള്ള കഴിവ് അവനുണ്ടായിരുന്നു, തിന്നാനുള്ള കഴിവ് അവനുണ്ടായിരുന്നു. അവൻ ചെയ്തൊരു തീരുമാനമാണ്. അതുപോലെയാണ് മനുഷ്യൻ എന്നാ പറയുന്നത്. ഒരു കുഞ്ഞിനും ഒരു വ്യക്തിക്കും ദൈവത്തിന്റെ യാതൊരു പ്രത്യേക കൃപയും ആവശ്യമില്ല, ഒരു കൃപയും ആവശ്യമില്ല. അവൻ വിചാരിച്ചാൽ പാപം ചെയ്യാതിരിക്കുവാനും, വിചാരിച്ചാൽ തിന്മ പ്രവർത്തിക്കാതിരിക്കാനും, വിചാരിച്ചാൽ യേശു ക്രിസ്തു രക്ഷിതാവായി സ്വീകരിക്കുവാനും, വേണ്ട എന്ന് വെക്കുമ്പോൾ യേശുവിനെ തള്ളിക്കളയാനും ഒക്കെ ഉള്ളതായിരിക്കുന്ന കഴിവ് അവനുണ്ട്. ദൈവം അവനോട് ഒരു പ്രത്യേകമായിട്ട് ഒരു നന്മയും കാണിക്കേണ്ട ആവശ്യമില്ലെന്ന് അവർ പറയുന്നത്. അപ്പൊ എന്തോ ഒരു വ്യത്യസ്തമായിരിക്കുന്ന തിയോളജിയാണതെന്ന് ഓർക്കണം. ആ തിയോളജി എവിടെ ചെന്ന് ചേരുന്നത്? ആ തിയോളജിയാണ് ഇന്നത്തെ ലിബറൽ ആയിട്ടുള്ളതായിരിക്കുന്ന ക്രിസ്തീയ ഡിനോമിനേഷൻസ് ചെന്ന് നമ്മൾ നോക്കിയാൽ അതാണ് കാണുന്നത്. അതല്ല എന്ത് പറയുന്നു? അങ്ങനെയുള്ളതായിരിക്കുന്ന വിഭാഗങ്ങൾ പറയുന്നത് സ്വവർഗരതി പോലും ദൈവം കൊടുത്തതായിരിക്കുന്ന മനുഷ്യന് കൊടുത്ത പ്രത്യേക കഴിവാണ്. പുരുഷൻ സ്ത്രീയെ സ്നേഹിക്കുന്നത് പോലെ തന്നെ ഒരു പുരുഷനെ സ്നേഹിക്കാനുള്ള കഴിവ് ദൈവം അവന് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അതിനുള്ള സ്വാതന്ത്ര്യം അവന് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അവർ പറയുന്നത് സെക്സ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ പ്രിഫറൻസ്. അത് മനുഷ്യന്റെ ഒരു തെരഞ്ഞെടുപ്പാണ്. അതിന് കാണണേ വേണോ പെണ്ണേ വേണമെന്ന്. അതിനൊന്നും പാവമൊന്നും പറയാൻ ഒക്കില്ലെന്ന് അവർ പറഞ്ഞു. എന്ന് പറഞ്ഞാൽ നമ്മൾ ഒന്നി തെറ്റിപ്പോയാൽ പിന്നെ എങ്ങനെയാ? 100ാമത്തെ നിലയിൽ നിന്ന് കാല് തന്നെയാൽ പിന്നെ 2ാമത്തെ നിലയിലോ 3ാമത്തെ നിലയിലോ പിടിച്ചു നിൽക്കാൻ ഒക്കുമോ? ഇല്ല. നേരെ താഴെ വന്നത് ഗ്രൗണ്ട് ഫ്ലോർ വന്നിട്ട് കോൺക്രീറ്റ് തലയിടിച്ച് മലർന്ന് വീഴുന്ന പട്ടാണ്. അങ്ങനെ വീഴാൻ ഒക്കൂ? നമുക്ക് ഒരിടത്ത് തന്നെ തെറ്റിപ്പോകാനായിട്ട് ഒക്കുകയില്ല. ഇറ്റ് ഈസ് ഈസി ടു ഒരു കാര്യത്തിൽ തെറ്റാൻ എളുപ്പമാണ്, പക്ഷെ ഒരു കാര്യത്തിൽ മാത്രം തെറ്റാൻ എളുപ്പമല്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ കിടക്കുന്നത്. അപ്പോ കത്തോലിക്കരുടെ വ്യൂ അനുസരിച്ച് ഭാവിയായ മനുഷ്യൻ അങ്ങ് തെറ്റിപ്പോകാതിരിക്കുന്നതിന് കാരണം എന്ന് പറഞ്ഞാൽ ഈ ഒറിജിനൽ റൈറ്റ്യസ്നെസിന്റെ ഒരു ഭാഗം അവന് കിടക്കുന്നു, അതുകൊണ്ടാണ്. എന്നാൽ ദൈവകൃപയുടെ ഉൾപ്രവേശം എന്നൊരാശയം അവർക്കില്ല. ഇൻഫ്യൂഷൻ എന്ന് പറയുന്നതായിരിക്കും ഒരു ആശയം അവർക്കില്ല. അപ്പൊ ഈ കത്തോലിക്കരുടെ ആശയം ഒന്നും ദൈവജന പ്രകാരം ശരിയായിട്ടിരിക്കുന്ന ആശയമല്ല. ഇനി മാർട്ടിൻ ലൂതർ പറഞ്ഞ എന്താണ്? അതും ചിന്തിക്കേണ്ട കാര്യമാണ്. മാർട്ടിൻ ലൂതറിന്റെ ചില ആശയങ്ങൾ, ചില വിഷയങ്ങൾ റോമൻ കത്തോലിക്ക ചിന്താഗതിയോടും മറ്റു വിഷയങ്ങളിൽ അഗസ്റ്റിന്റെ ചിന്താഗതിയോട് യോജിക്കുന്നതാണ്. മാർട്ടിൻ ലൂതറിന് പൂർണ്ണമായിരിക്കുന്ന ഒരു എന്താ പറയുക അണ്ടർസ്റ്റാൻഡിങ് ഈ വിഷയത്തിൽ ഉണ്ടായില്ലെന്നാണ് അദ്ദേഹം പറഞ്ഞ. സാമൂഹിക നന്മകൾ, അതിനെ താൻ സിവിൽ ഗുഡ് എന്നാ പറഞ്ഞത്. സാമൂഹ്യ നന്മകൾ ചെയ്യാനുള്ള കഴിവ് പാപിക്കായ മനുഷ്യനുണ്ട്, പക്ഷെ ആത്മീയമായ നന്മകൾ ചെയ്യുവാനുള്ള കഴിവ് അവന്. അങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞത്. ദൈവകൃപ ലഭിക്കാത്തവൻ എന്ന നിലയിൽ
അവിശ്വാസികൾ ചെയ്യുന്നതെല്ലാം പാപമാണെന്നുള്ളതിൽ ലൂതർ അഗസ്റ്റിനോട് ചോദിച്ചു. അതേസമയം തന്നെ സ്വാഭാവിക മനുഷ്യന് സാമൂഹ്യ നന്മകൾ ചെയ്യാമെന്നല്ലാതെ ദൈവത്തിന്റെ പ്രത്യേക വരം മുഖാന്തരം മാത്രമേ അവൻ ആത്മീയ നന്മകൾ ചെയ്യാൻ കഴിയൂ എന്നും ലൂതർ പറഞ്ഞു. അപ്പൊ ലൂതറിന് ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരുന്നു, ഫുൾ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായില്ല. ജോൺ കാൽവിനൊന്നും ഉണ്ടായിരുന്ന അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരുന്നില്ല. അത് കാലഘട്ടത്തിന്റെ പ്രത്യേകതയാണ്. ലൂതറൊന്നും വായിക്കാനധികം കമന്റുകളൊന്നും ഉണ്ടായിരുന്നില്ല. കുറച്ച് പുസ്തകങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഉള്ളൂ. പക്ഷേ ഓഗസ്റ്റിന്റെ കൺഫെഷനും സിറ്റി ഓഫ് ഗോഡും അങ്ങനെയുള്ള കുറേ പുസ്തകങ്ങളൊക്കെ അവർക്കുണ്ടായിരുന്നു എന്നല്ലാതെ ഇന്ന് നമുക്ക് ലഭ്യമായിരിക്കുന്ന ഒരുപാട് കമന്റുകളൊന്നും വായിക്കാനായിട്ട്, സിസ്റ്റമാറ്റിക് തിയോളജി ഒന്നും വായിക്കാനായിട്ട് അവർക്ക് ഉണ്ടായിരുന്നില്ല. അത് ഒരു പ്രത്യേകമാണ്. എന്നാൽ സ്വിംഗ്ലി എന്ന് പറഞ്ഞ ഒരാള് മാർട്ടിൻ ലൂതറിന്റെ കാലത്ത് തന്നെ ജീവിച്ചിരുന്ന സ്വിംഗ്ലി, അദ്ദേഹം പാപത്തെ ഒരു മാലിന്യം, പൊല്യൂഷനായിട്ടാണ് കണ്ടത്. അതുകൊണ്ട് താന് ദൈവകൃപയെ കുറ്റം ക്ഷമിക്കുന്ന ഒന്നായിട്ടല്ല, മറിച്ച് മാലിന്യം നീക്കി ശുദ്ധീകരിക്കുന്ന ഒന്നായിട്ടാണ്. കാൽവിൻ കണ്ടത് എന്താണ്? പാപത്തെ കുറ്റമായിട്ടൂടെയാണ്. ഈ പൊല്യൂഷൻ എന്ന് പറയുന്ന ഒരു കുറ്റമാണ്. ആദമിൽ നിന്നും എനിക്ക് ലഭിച്ചത് പാപപ്രകൃതി മാത്രമല്ല, ആദാമ്യ കുറ്റവും എനിക്ക് ആരോപിക്കപ്പെട്ടിരുന്നു. ആദം ചെയ്തതായിരിക്കുന്ന പാപവും എൻ്റെ പേരിൽ ആരോപിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പാപിയായി ജനിച്ചത്. കേവലം ചില കുറ്റമോ മാത്രമുള്ള ചൊറി പിടിച്ച നല്ല മനുഷ്യനായിട്ടല്ല ഞാൻ ഇരുന്നത്, പിന്നെയോ ഹാർട്ടിന് കേടുള്ള മനുഷ്യനായിട്ടാണ് ഞാൻ ജനിച്ചത്. അങ്ങനെയായിരുന്നത്. അദ്ദേഹം അങ്ങനെയാ പറഞ്ഞത്. അതുകൊണ്ട് സ്വിംഗ്ലി അദ്ദേഹത്തിന്റെ ആശയങ്ങള് പൊല്യൂഷൻ നോട്ട് ഗിൽറ്റ്. അപ്പൊ ഇത്തരത്തിലുള്ള ദൈവകൃപയുടെ ശുദ്ധീകരിക്കുന്ന സ്വാധീനം ഒരളവോളം വിജാതീയ സമൂഹങ്ങളിലും കാണപ്പെടുന്നു എന്നാണ് അദ്ദേഹം മനസ്സിലാക്കിയത്. അങ്ങനെയുള്ളതായിരിക്കുന്ന നന്മകള് വിജാതീയ മതങ്ങളിലുണ്ട്. ചില വിജാതീയ മതങ്ങളിലെ എഴുത്തുകളൊക്കെ, ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ പ്ലേറ്റോയെ പറ്റി ചില ആളുകൾ പറഞ്ഞത് കൃപയുടെ സുവിശേഷത്തോട് ഏറ്റവും അടുത്ത അവിശ്വാസി എന്നാണ്. അങ്ങനെയാണ്. കൃപയുടെ സുവിശേഷത്തോട് ഏറ്റവും അടുത്ത അവിശ്വാസിയായിരുന്നു പ്ലേറ്റോ എന്ന് പറയുന്നത്. കാരണം ഏകദൈവ വിശ്വാസം പ്ലേറ്റോയ്ക്ക് അറിയാമായിരുന്നു. മനുഷ്യന്റെ പാപസ്വഭാവത്തെ പറ്റി അറിയാം, ഒത്തിരി കാര്യങ്ങൾ അറിയാം. പക്ഷേ രക്ഷിക്കുന്ന ദൈവകൃപയെക്കുറിച്ച് പ്ലേറ്റോ എന്ന് പറഞ്ഞിരുന്നില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് അദ്ദേഹത്തെ ദൈവിക സത്യങ്ങളോട് ഏറ്റവും അടുത്തതായിരിക്കുന്ന ഒരാളായിരുന്നു പ്ലേറ്റോ എന്നാണ് വിചാരിക്കുന്നത്. അവരൊക്കെ രക്ഷിക്കപ്പെട്ടവരായിരുന്നു എന്ന് ചോദ്യമൊക്കെ ഇപ്പോഴും ഡിബേറ്റ് ചെയ്യുന്നുണ്ട് ആളുകൾ. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചെങ്കിൽ, കർത്താവായ യേശു ക്രിസ്തുവിന്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു എന്നൊക്കെ വിശ്വസിച്ചെങ്കിൽ പ്ലേറ്റോ എന്നാ ജീവിച്ചത്? പ്ലേറ്റോ, അരിസ്റ്റോട്ടില്, സോക്രട്ടീസ് ഇവരൊക്കെ ജീവിച്ചത് ഏത് വർഷങ്ങളായി? എനിക്ക് വർഷങ്ങളിപ്പോൾ ഓർമ്മയില്ല. ഏതായാലും അവർക്കൊന്നും ഈ സത്യങ്ങള് അവരൊന്നും മനസ്സിലായിരുന്നില്ല. ഇക്കാര്യത്തില് കാൽവിൻ ലൂതറിനോടും സ്വിംഗ്ലിയോടും പൂർണ്ണമായി യോജിച്ചില്ല. കാൽവിൻ പറഞ്ഞത് മനുഷ്യന് യാതൊരു നന്മയും ചെയ്യുവാൻ സ്വയമായി കഴിവില്ല. ദൈവം നൽകുന്ന പൊതുവായ കൃപയാണ് മനുഷ്യൻ ചെയ്യുന്ന നന്മകളുടെ ആധാരം എന്ന് പറയുന്നത്. അങ്ങനെ ജനറൽ കോമൺ ഗ്രേസ് എന്ന് പറഞ്ഞ ഒന്ന് ദൈവം മനുഷ്യന് നൽകുന്നുണ്ട്. ആ കോമൺ ഗ്രേസ് ഉപയോഗിച്ചാണ് ഏതെങ്കിലും മനുഷ്യൻ എപ്പോഴെങ്കിലും എന്തെങ്കിലും നന്മ ചെയ്യുന്നത്. അങ്ങനെ നന്മ ചെയ്യുവാനുള്ള കഴിവാണ് ദൈവം ഈ കോമൺ ഗ്രേസ് മുഖാന്തരം മനുഷ്യൻ നൽകിയിരിക്കുന്നത്. അതെന്തിനാണ് നൽകിയെന്ന് ചോദിച്ചാൽ മനുഷ്യവർഗത്തിന് നിലനിൽപ്പിന് വേണ്ടിയാണ്. ഇപ്പൊ തന്നെ അനസ്തേഷ്യ കണ്ടുപിടിച്ചത് ഒരു വിശ്വാസിയാണ്. CH സ്പർജന്റെ സഭയിലെ ഡീക്കനായിരുന്നു അനസ്തേഷ്യ കണ്ടുപിടിച്ചത്. പേരെങ്ങ് മറന്നുപോയി. അപ്പോ അനസ്തേഷ്യ കണ്ടുപിടിച്ചതിന്റെ ആത്മീകമായിരിക്കുന്ന കഴിവുകൊണ്ടല്ല, അതിന്റെ സ്വാഭാവികമായ ബുദ്ധി കൊണ്ടാണ്. അതുപോലെ ഈ കപ്പലുകളൊക്കെ പണ്ട് കാലത്ത് കടൽക്ഷോഭത്തിൽപ്പെട്ട് നശിച്ചു പോവുകയാണ്. ഏത് സങ്കീർത്തനാ പറഞ്ഞത്? ആഴിയിൽ വഴിയൊരുക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞു. കപ്പലുകൾക്ക് ആഴി വഴിയൊരുക്കിയിരിക്കുന്നു. അത് കണ്ടുപിടിച്ചൊരു ദൈവവേദനാണ്. അവൻ ആഴിയെക്കുറിച്ച് പഠിക്കാൻ തുടങ്ങിയപ്പോ ആഴിയുടെ ചില ഭാഗങ്ങളിൽ കൂടെ ശാന്തമായ വെയിൽസ് ഒന്നും ഇല്ലാതെ ശാന്തമായ റോഡ് പോലെ കിടക്കുന്നു. കപ്പലുകൾ അതിലേക്കൂടെ സഞ്ചരിച്ചാൽ കപ്പലപകടം ഉണ്ടാവില്ലെന്ന് കണ്ടുപിടിച്ചു. അങ്ങനെയാണ് ഈ കപ്പലപകടങ്ങൾ കുറഞ്ഞത്. അതിനു മുമ്പ് അങ്ങനെയല്ല. പകുതി കപ്പലുകൾ മുങ്ങിപ്പോവുകയാണ്. കാരണം അവർ പോകുന്നത് എവിടെയാണ്? ദൈവം ആഴിയിൽ തീർത്ത വഴിയെ കൂടെ അല്ല പോകുന്നത്, പിന്നെയോ കപ്പലിന്റെ ഓളങ്ങളിൽ കൂടെയാണ് പോകുന്നത്. പിന്നെ തിരമാലകളിൽപ്പെട്ട് അവരെ നശിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അപ്പോ ഇങ്ങനെയുള്ളതായിരിക്കുന്ന പല കാര്യങ്ങള് ബൈബിൾ പോലും വായിച്ചവർ കണ്ടെടുത്തത് ദൈവത്തിന്റെ കോമൺ ഗ്രേസ് കൊണ്ടാണ്, സേവിങ് ഗ്രേസ് കൊണ്ടല്ല. അത് കണ്ടുപിടിച്ചത് കൊണ്ട് അവർ രക്ഷിക്കപ്പെടുകയൊന്നുമില്ല. അത് കണ്ടുപിടിച്ചുകൊണ്ട് അവർ സ്വർഗത്തിൽ പോകുകയൊന്നുമില്ല. അതൊക്കെ ദൈവത്തിന്റെ കോമൺ ഗ്രേസിൽപ്പെട്ടതാണ്. ഇന്നും അങ്ങനെയുള്ളതായിരിക്കുന്ന അനേക കോമൺ ഗ്രേസുകള് ദൈവം കാണുന്നു. നിങ്ങൾ ചിലർക്കും അങ്ങനെയുള്ള കോമൺ ഗ്രേസ് ഉപയോഗിച്ച് മനുഷ്യവർഗത്തിന് സഹായകരമായ പലതും അങ്ങനെ ചെയ്ത് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ചില അധ്യാപകർ എത്ര നന്നായിട്ട് കണക്ക് പഠിപ്പിക്കും, എത്ര നന്നായിട്ട് ആ അധ്യാപകർ പഠിപ്പിച്ച പിള്ളേർക്ക് എന്തോരം മനസ്സിലാവും. ചില അധ്യാപകർ കണക്ക് പഠിപ്പിച്ച പിള്ളേർക്ക് ഒന്നും മനസ്സിലാവില്ല. ഞാൻ വിചാരിക്കുന്നു എന്നെ ചെറുപ്പത്തിൽ കണക്ക് പഠിപ്പിച്ചിട്ടുള്ള അധ്യാപകർക്കൊന്നും കോമൺ ഗ്രേസ് ഇല്ലാത്ത അധ്യാപകരായിരുന്നു. അവർക്കൊന്നും അറിയില്ല. ഈ രണ്ടും കൂടെ കൂട്ടിയാൽ 4 എന്ന് അവർ പറയുമ്പോൾ അത് എന്തുകൊണ്ടാണ് സാറേ രണ്ടും കൂടെ കൂട്ടിയാൽ 4? മിണ്ടരുത് എന്നാണ് അവരുടെ ഉത്തരവാദമാണ്. മിണ്ടിപ്പോകരുത്.
രണ്ടും കൂടെ കൂട്ടിയാൽ എങ്ങനെയാ 4 നിനക്കറിയില്ലല്ലയോ? സാറിനറിയാമോ? സാറിനും അറിയില്ല. അതുകൊണ്ട് സാറ് പഠിപ്പിച്ച പിള്ളേർക്ക് ഒന്നും അറിയില്ല കണക്കെന്ന് പറയുന്നത്. പിന്നെ അവർ കുറച്ച് എജ്ജുവടിയൊക്കെ കാണാതെ പഠിച്ച് കുറച്ചൊക്കെ അങ്ങനെ രക്ഷപ്പെട്ടു പോവുകയാണ്. എന്നാൽ അറിയാവുന്ന അധ്യാപകരോട് ചോദിച്ചാൽ സാറേ 2 ഒന്ന് കൂട്ടിയാൽ 4 എന്താന്ന് ചോദിച്ചാൽ, എടാ 1ന്റെ വാല്യൂ 1 2 സാധനങ്ങൾ ചേർക്കുമ്പോൾ 1ന്റെ മൂല്യമുള്ളത് ചേർത്താൽ 2 അങ്ങനെ 4 1ന്റെ മൂല്യങ്ങളുള്ളത് ചേർത്താൽ 4 4 ആപ്പിളിനെ എടുത്ത് വെച്ച് നീ എണ്ണിക്ക് 1 2 3 4 അങ്ങനെയാണ്. അതുകൊണ്ട് അതെ 1ന്റെ വാല്യൂ എന്ന് പറയുന്നത് 1.5 ആയിരുന്നെങ്കിൽ 4 1കൾ ചേർന്നാൽ ആവില്ല, അത് 6 ആകത്തുള്ളൂ. കാരണം 1 1 3 3 3 6. അപ്പൊ ഇത് പറഞ്ഞ് ടീച്ചർ കുട്ടിക്ക് കൊടുക്കാതിരുന്ന എങ്ങനെ കുട്ടി മനസ്സിലാക്കുന്നത്? ഇതൊന്നും ടീച്ചേഴ്സ് പലരും പഠിപ്പിക്കില്ല. പക്ഷെ അറിയാവുന്ന ടീച്ചേഴ്സിന്റെ അടുക്കൽ ചെന്നാൽ പിള്ളേരൊക്കെ കണക്കിന് ഭയങ്കര സ്മാർട്ടായിട്ട് വരും. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ടീച്ചേഴ്സ് അവർക്ക് ഫൗണ്ടേഷൻ കൊടുക്കുമെന്ന് പറയും. ഫൗണ്ടേഷൻ കൊടുക്കാത്തതുകൊണ്ട് വലിയ വലിയ പ്രശ്നമാണ്. എന്ന് പറഞ്ഞ പോലെയാണ് ഈ നാച്ചുറൽ തിയോളജിയിലും അതിൻ്റെതായിരിക്കുന്ന ഫൗണ്ടേഷൻസ് ഉണ്ട്. അതറിയാവുന്നതായിരിക്കും ചില ആളുകൾ. ഇപ്പോ ഗ്രാവിറ്റി കണ്ടുപിടിച്ചതാരാ? ഒരു ദൈവത്തിലായിരുന്നല്ലോ, എന്താ അതിന്റെ പേര്? ഗ്രാവിറ്റി. ആപ്പിൾ വീണ് ഐസക് ന്യൂട്ടൻ എങ്ങനെ ഗ്രാവിറ്റി കണ്ടുപിടിച്ചത്? മേളിൽ ഒരു ആപ്പിൾ വരുന്നത്, ഈ ആപ്പിൾ എന്താ മേപ്പെട്ട് പോകാഞ്ഞത്, ഈ ആപ്പിൾ എന്താ താഴോട്ട് വന്നത്? ആപ്പിൾ ചോദിച്ചത്, ന്യൂട്ടൻ ചോദിച്ചത്. മേപ്പെട്ട് പോകാൻ പോകാഞ്ഞിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ആപ്പിളിനെ മേപ്പെട്ട് ആകർഷിക്കാനുള്ളതായിരിക്കുന്ന ഒരു ശക്തി അതൊക്കെ വളരെ ഉയരത്തിലാണ്. എന്നാൽ ഭൂമി എന്ന് പറഞ്ഞാൽ വളരെ അടുത്തായതുകൊണ്ട് ആപ്പിളിനെ ഭൂമി താഴോട്ട് അങ്ങ് ആകർഷിച്ചു. അതിനാണ് ഈ ഭൂമിയുടെ ആകർഷണശക്തി എന്ന് പറയുന്നത്, ഗ്രാവിറ്റി എന്ന് പറയുന്നത്. കണ്ടില്ലേ? അത് പറയുമ്പോൾ മനസ്സിലായി. രണ്ടുപേരെ വലിക്കുക, ഒരാൾ 1 മൈൽ അപ്പുറത്ത് നിന്നാ വലിക്കുന്ന ഒരു നൂല് കെട്ടി, മറ്റേ ആള് 2 അടി അടുത്ത് നിന്നാ വലിക്കുന്നത്. എങ്ങോട്ടാകും ആള് പോകുന്നത്? തീർച്ചയായിട്ടും 2 അടി അടുത്ത് നിന്ന് വലിക്കുന്നതിനൊക്കെ പോകത്തുള്ളൂ. കാരണം മറ്റൊരു എന്തോ ഒരു ദൂരെ കിടക്കുന്നു എന്ന് പറഞ്ഞ പോലെയാണ്. സൂര്യന് ഈ ആപ്പിളിനെ ആകർഷിച്ചെടുക്കണമെങ്കിൽ എന്തോ ഒരു ആകർഷശക്തി വേണം. എന്നാൽ ഭൂമിക്ക് അതിനെ ആകർഷിക്കാൻ വളരെ എളുപ്പമാണ്. വളരെ ലോജിക്കലായിട്ട് ചിന്തിക്കുമ്പോൾ പറഞ്ഞ് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളാണ് അതൊക്കെ എന്ന് പറയുന്നത്. അത് ദൈവത്തിന് കോമൺ ഗ്രേസ് കൊണ്ട് ന്യൂട്ടന് കിട്ടിയതാണ്, അല്ലാതെ എൻ്റെ സ്പെഷ്യൽ ഗ്രേസ് കൊണ്ട് രക്ഷിക്കപ്പെടാനുള്ള കൃപ കൊണ്ട് കിട്ടിയതല്ല. ഒരു പ്രശസ്തമായ തമാശ, ഒരു ആശാരിയെ വിളിച്ച് തനിക്ക് 2 പൂച്ച ഉണ്ടായിരുന്നു. അപ്പം പറഞ്ഞു, ആശാരി പറഞ്ഞു, എനിക്ക് 2 പൂച്ചയുണ്ട്, ഒരു വലിയ പൂച്ച ഒരു ചെറിയ പൂച്ച, ഞാനൊരു കൂടുണ്ടാക്കി തരണം. വലിയ പൂച്ചയ്ക്ക് കയറാൻ വലിയ വാതിലും ചെറിയ പൂച്ചയ്ക്ക് കയറാൻ ചെറിയ വാതിലും. അപ്പൊ ആശാരി ചോദിച്ചു, ഈ ചെറിയ പൂച്ചയ്ക്ക് വലിയ വാതിൽ കൂടെ കയറിയാൽ വല്ല കുഴപ്പമുണ്ടോന്ന്? പക്ഷെ അത് ശരിയാണെന്നല്ലോ, അപ്പൊ എന്റെ 2 വാതില്. അപ്പൊ ഇത്രയും വലിയ കണ്ടുപിടുത്തങ്ങൾ ചെയ്ത ആൾക്കാണെങ്കിലും അത്രയും ചെറിയ കണ്ടുപിടുത്തം ചെയ്യാനായിട്ട് ചില സമയത്ത് കഴിയില്ല. അങ്ങനെയാണ് നമ്മളും ചില വലിയ വലിയ ആർഗ്യുമെന്റ്സ് ഒക്കെ ചെയ്യുന്നതായിരിക്കും ചില ആളുകളാണെങ്കിൽ ചില സമയത്ത് നമ്മൾ ചെറിയ ചെറിയ വാദത്തിൽ എന്ത് ചെയ്യും? തോറ്റുപോകും. പണ്ടൊരു അമ്മാവന് ചെറുക്കനുമായിട്ട് വാദമാണ്. 2 മുട്ടായി ഉണ്ട്. അമ്മാവ് പറഞ്ഞത് 3 മുട്ടായി ഉണ്ടെന്ന് പറഞ്ഞു. ചെറുക്കൻ പറഞ്ഞു, ഇല്ല അമ്മാവ് 2 മുട്ടായി ഉള്ളത്. അമ്മാവ് പറഞ്ഞു, ആരെന്ന് പറഞ്ഞു? എടാ എണ്ണാൻ പറഞ്ഞു. 1 2 1 + 2 = 3. ശരിയല്ലേ? 1 + 2 = 3. എടാ മണ്ട, നീ എണ്ണ 1 2. അപ്പൊ 1 2 കൂടെ കൂട്ടിയാൽ 3. അപ്പൊ എത്ര മുട്ടായി ഉണ്ട്? അവന് വായിലോട്ട് 1 രണ്ടാമത് 2 എന്നിട്ട് പറഞ്ഞു, അമ്മാവന് 3ാമത്തെ ഇരുന്നോട്ടെന്ന് പറഞ്ഞു. അമ്മാവന് 3ാമത്തെ ഇരുന്നോട്ടെന്ന് പറഞ്ഞു. അപ്പൊ അമ്മാവന് കാര്യം മനസ്സിലായി. ഏതാ ഈ അമ്മാവിന്റെ ലോജിക്കൊന്നും അത്ര വലിയ ലോജിക്കല്ല. കൊച്ചു പിള്ളേർക്കുള്ള ലോജിക്കിന്റെ അത്രയും പോലും ഇല്ല. അമ്മാവന് കോമൺ ഗ്രേസ് ഇല്ലാത്തൊരു മനുഷ്യരായിരുന്നു ഞാൻ വിചാരിക്കുന്നു. അല്ലെ ഈ ചെറുക്കനെ പറ്റിക്കാൻ വേണ്ടി അമ്മാവൻ പറഞ്ഞ ഒരു വാദഗതി. അങ്ങനെയൊക്കെ നമ്മൾ വാദഗതിയൊക്കെ പറയുന്നത് ഒരു കാര്യവുമില്ല. അതുകൊണ്ട് കോമൺ ഗ്രേസ് എന്ന് പറയുന്നത് കൊണ്ടാണ് ഈ ലോകം ഇങ്ങനെ പോകുന്നത്. ലോകത്തിലുള്ള ആളുകളൊക്കെ ഡോക്ടർമാരൊക്കെ ചെല്ലുമ്പോൾ, ചില ഡോക്ടറൊക്കെ ചെല്ലുമ്പോൾ കോമൺ ഗ്രേസ് ഇല്ലാത്ത ഡോക്ടറാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അയാൾ അങ്ങനെ വിളിച്ചു നോക്കുന്നു, ഇങ്ങനെ വിളിച്ചു നോക്കുന്നു, തിരിച്ചു നോക്കുന്നു, മറിച്ച് നോക്കുന്നു. എന്നിട്ട് അതിൽ പറഞ്ഞ് എക്സ്റേ എടുത്ത് നോക്കണം നമുക്ക്, അല്ലെങ്കിൽ നമുക്കൊന്ന് സ്കാനിങ് ചെയ്ത് നോക്കണം, കാറ്റ് സ്കാൻ ചെയ്യണം, MRI ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. എന്തിനാ? അദ്ദേഹത്തിന് കോമൺ ഗ്രേസ് ഇല്ലാത്തൊരു മനുഷ്യനാണ്. അദ്ദേഹത്തിനുള്ളത് പണത്തിനുള്ള ആഗ്രഹമുള്ളത്. ആശുപത്രിക്ക് പണം വർദ്ധിക്കണം. ഓരോ MRI കുടിക്കുമ്പോഴും ഡോക്ടർക്ക് ഒരു ഇത്ര ശതമാനം കിട്ടിയേക്കവർക്ക്. എനിക്കറിയില്ല കേട്ടോ, അതൊന്നും എന്നോട് ആരും പറഞ്ഞിട്ടില്ല. പക്ഷെ വേറെ തിരിച്ചും മറിച്ചും ഒക്കെ നോക്കിയിട്ട് ഒന്നുമില്ല. ഞങ്ങൾ അമേരിക്കയിൽ നിന്ന് വന്നപ്പോൾ ഗ്രേസിന്റെ വലത്തെ കൈയോ ഇടത്തെ കൈയോ ഏതാണെന്നറിയില്ല, 1 2 പേരിൽ ഇങ്ങനെയാണ്. ഇങ്ങനെ അടുപ്പിക്കില്ല, ഇങ്ങനെ ഇരിക്കത്തുള്ളൂ. ഭയങ്കര വണ്ണമാണ്, നീര് വന്നിട്ട് എന്തോ ഒരു പ്രയാസപ്പെട്ട. അമേരിക്കയിലുള്ള സ്കിൻ സ്പെഷ്യലിസ്റ്റിനെ മുഴുവൻ കാണിച്ച് ഒരു രക്ഷയില്ല. ഇവിടെ വന്നിട്ട് മെഡിക്കൽ കോളേജിൽ പോകുന്നു, അവിടെ പോകുന്നു, എല്ലായിടത്തും പോകുന്നു, ഒരു രക്ഷയില്ല. കയ്യെ അങ്ങ് നീര് പിടിച്ചിങ്ങനെ ഇരിക്കുക 2 പേരിൽ. എന്താണെന്നറിയില്ല. ഞാൻ ഭോപ്പാലിലായിരുന്നു 5 കൊല്ലമേ. അവിടെ ശർമാജി എന്ന് പറയുന്ന ഡോക്ടർ. ശർമാജി ഒരു നല്ല രസമുള്ള ഡോക്ടറാണ്. ശർമാജിയുടെ ഓഫീസിൽ നിന്ന് ശർമാജി ഇതോട്ട് മേശ ഇട്ടിട്ട് ഇവിടുന്ന് കസേരയല്ല ബെഞ്ചാണ്. ഇവിടുന്ന് ബെഞ്ച് അങ്ങനെ ഇടും, അവിടുന്ന് ബെഞ്ച് അങ്ങനെ ഇടും, അവിടുന്ന് ബെഞ്ച് ഇങ്ങനെ ഇടും.
പുരുഷന്മാർ ഈ സൈഡിലിരിക്കും, സ്ത്രീകൾ ഈ സൈഡിലിരിക്കും. ഒരു പുരുഷനെ വിളിക്കും, ഒരു സ്ത്രീയെ വിളിക്കും. അങ്ങനെ ഓരോരുത്തർ മാറി മാറിയ എല്ലാ പരിശോധനയും നിരീക്ഷണവും എല്ലാവരും കേൾക്കുകയാണ് പറയുന്നത്. സ്പെഷ്യൽ കേസ് വേണ്ടിടത്ത് മാത്രം അകത്തൊരു മുറിയുണ്ട്, അവിടേക്ക് വിളിക്കും, അങ്ങോട്ട് വരാൻ പറയും, സ്പെഷ്യൽ പരിശോധന. അല്ലെങ്കിൽ എല്ലാം അങ്ങനെയാണ്. അപ്പൊ ഞാൻ ഈ ശർമാജി എടുക്കൽ ഭോപ്പാൽ വെച്ച് പോയിക്കൊണ്ടിരുന്ന ഒരാളാണ്. ശർമാജി എനിക്ക് ഭയങ്കര ഇഷ്ടവും ഭയങ്കര കോൺഫിഡൻസുമാണ്. നല്ല മനുഷ്യനാണ്, അത് വിദഗ്ധനാണ്. അപ്പൊ ഞാൻ എൻ്റെ അങ്കിളോട് ചോദിച്ചു, ശർമാജി ഇപ്പോഴും ഉണ്ടോന്ന് ചോദിച്ചു. ഞങ്ങൾ 10 കൊല്ലം കഴിച്ചിട്ടല്ലേ വരുന്നത്. ഉണ്ട്, ഇപ്പോഴും ഉണ്ടെന്ന് പറയും. എനിക്ക് ശർമാജി എന്ന് കൈ കാണിക്കുന്നത് പറയും. ശർമാജി ഒക്കെ ചെന്ന് ശർമാജിയെ കൈ കാണിച്ചപ്പോൾ ശർമാജി ഇങ്ങനെ ഒന്ന് നോക്കിയിട്ട് പറഞ്ഞു, ഞാൻ 75 പൈസയുടെ ഒരു ഓയിൻമെന്റ് തരാം, അത് 2 ദിവസം പറ്റുമ്പോൾ ഇതങ്ങ് പോകുന്നു പറഞ്ഞു. പിന്നെ തീയത്തിരുന്ന് ചൂടടിക്കാതിരിക്കാൻ നോക്കിക്കോളാം. ആ ഓയിൻമെന്റ് വാങ്ങിച്ച് വരട്ടെ, 2 ദിവസം, പിറ്റേ ദിവസം രാവിലത്തേക്ക് എൻ്റെ നീര് പകുതിയായി. 2 ദിവസം കഴിയുമ്പോൾ നീരും പോയി, എല്ലാ സുഖമായി. ഇത് ചൂടിന് അലർജിയാന്ന് പറഞ്ഞു. അപ്പൊ നോക്കണേ, മെഡിക്കൽ കോളേജിൽ തുടങ്ങി പരിശോധനയും പരിശോധനയും കഴിഞ്ഞ് എന്തെല്ലാം മരുന്നുകളും എന്തോ ഒരു കാശും മുടക്കിയാണ് ഇവിടെ വന്നത്. ഇവിടുത്തെ ഡോക്ടർമാരെയും കാണിച്ച് എല്ലാവരെയും കാണിച്ചു. അയ്യോ, ഇതെന്തോ ഭയങ്കര മാരകമായിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞു. ശർമാജിനൊക്കെ ചെന്നപ്പോ കോമൺ ഗ്രേസ് ഉള്ളൊരു മനുഷ്യരെന്ന് ഞാൻ വിചാരിക്കുന്നു. ശർമാജി അങ്ങനെ ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, ഇത് നിസ്സാര കാര്യമാണല്ലോ, 75 പൈസയുടെ ഒരു ട്യൂബ് ഞാൻ തരാം. അത് ഡോക്ടർ തന്നെ പറഞ്ഞു തന്നു, ഒരു ട്യൂബ് കൊടുത്തു. ശർമാജിക്ക് ഫീസും ഇല്ല, ഒരു പെട്ടി വെച്ചിട്ടുണ്ട്, അതിൻ്റെ അകത്ത് എന്തെങ്കിലും കിട്ടാൻ നിങ്ങൾക്ക് കിട്ടുമല്ലോ. അങ്ങനെ ആര് വന്നാൽ അതിനകത്ത് എല്ലാവരും എന്തെങ്കിലും ഇട്ട് വെച്ചു. 10 ഇരുന്നൂറുണ്ട്, 1 ഇരുന്നൂറുണ്ട്, 1 ഇവിടെ പോകുന്നവരുണ്ട്, 5 ഇരുന്നൂറുണ്ട്. അങ്ങനെയൊക്കെ വൈകിട്ട് ശർമാജി അതെല്ലാം കൂടെ എടുത്തുകൊണ്ട് വീട്ടിൽ പോകും. അതാണ് ശർമാജിയുടെ ജീവിതശൈലി. അപ്പൊ ഞാൻ പറഞ്ഞ ഈ കോമൺ ഗ്രേസ് എന്ന് പറയുന്നത് ദൈവം അങ്ങനെ മനുഷ്യരുടെ സർവൈവലിന് വേണ്ടി തന്നിരിക്കുന്ന എന്ന ഒന്നാണ്. പക്ഷെ ശർമാജി അതുകൊണ്ട് രക്ഷിക്കപ്പെടുമോ? കോമൺ ഗ്രേസ് ഉള്ള ആളായിരുന്നു, രക്ഷിക്കപ്പെടുമോ എന്ന് ചോദിച്ചാൽ ഒരു രക്ഷയുമില്ല. ശർമാജിക്ക് സ്പെഷ്യൽ ഗ്രേസ് ഉണ്ടെങ്കിൽ രക്ഷിക്കപ്പെടാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ ഒരു രക്ഷയുമില്ല. അപ്പോ സ്വിംഗ്ലി പറഞ്ഞതും ലൂതർ പറഞ്ഞതും ഒക്കെ ഒത്തിരി സത്യമുണ്ടെങ്കിലും ഇക്കാര്യത്തിൽ ജോൺ കാൽവിൻ പറഞ്ഞതാണ് അത് ശരി. താൻ പറഞ്ഞത് മനുഷ്യന് തന്നിൽ തന്നെ യാതൊരു നന്മയും ചെയ്യുവാൻ കഴിവില്ല. ഒന്നുകിൽ ദൈവത്തിന്റെ കോമൺ ഗ്രേസ് വേണം, അല്ലെങ്കിൽ ദൈവത്തിന്റെ സ്പെഷ്യൽ ഗ്രേസ് വേണം. രക്ഷയ്ക്ക് സ്പെഷ്യൽ ഗ്രേസും മറ്റേതിന് കോമൺ ഗ്രേസും വേണം. അപ്പൊ രക്ഷാകരമായ ദൈവകൃപയുടെ പ്രത്യേകതയാണ് കാൽവിൻ ഊന്നി പറഞ്ഞത്. ആ രക്ഷാകരമായ ദൈവകൃപയുടെ പ്രവർത്തനമില്ലാതെ ഒരു ഭാവിക്ക് രക്ഷിക്കപ്പെടാനായിട്ട് കഴിയില്ല. പൊതുവായ കൃപ ഉപയോഗിച്ച് പല നല്ല കാര്യങ്ങളും ചെയ്യാനായിട്ട് കഴിയും. പാപത്തിന്റെ നശീകരണ ശക്തിയെ നിയന്ത്രിക്കുകയും ലോകത്തിന്റെ ധാർമ്മിക വ്യവസ്ഥയെ ഒരളവോളം നിലനിർത്തുകയും ചെയ്യുന്നത് അതും ദൈവത്തിന്റെ പൊതുവായിരിക്കുന്ന കൃപ കൊണ്ടാണ്. എന്നാൽ ഒരു ആത്മാവിനെ രക്ഷ കിട്ടണമെങ്കിൽ, ഭാവബോധം കിട്ടി യേശുക്രിസ്തു വിശ്വസിക്കണമെങ്കിൽ അവന് ദൈവത്തിന്റെ പ്രത്യേകമായിരിക്കുന്ന കൃപ വേണം. ഇപ്പൊ പിൽക്കാലത്ത് നവീകരണ സൈദ്ധാന്തികരായിരിക്കുന്ന ഏബ്രഹാം കൈപ്പർ, ബാബിൻഗ് എന്നൊക്കെ പറയുന്നതായിരിക്കുന്ന ആളുകളാണ് ഈ ദൈവകൃപയെക്കുറിച്ചുള്ള ഉപദേശം അതിന്റെ സത്യാവസ്ഥയിലേക്ക് കൊണ്ടുവന്നത്. ഏബ്രഹാം കൈപ്പർ എന്ന് പറഞ്ഞ ഒരു രാഷ്ട്രീയക്കാരൻ, നെതർലൻഡ്സിന്റെ പ്രൈം മിനിസ്റ്റർ ആയിരുന്നു അദ്ദേഹം, വലിയ മനുഷ്യനായിരുന്നു. ബട്ട് ഹി വാസ് ഓൾസോ എ ലീഡിങ് റിഫോംഡ് തിയോളജി. ഞാൻ ഈ അടുത്ത കാലത്തല്ല, ചില കാലങ്ങൾക്ക് മുമ്പ് ഞാൻ നെതർലൻഡ്സിൽ നിന്ന് ഇന്ത്യയിൽ വന്ന ഒരു സ്ത്രീയെ കണ്ടു. 45 വയസ്സുള്ള സ്ത്രീയെ ട്രെയിനിൽ വെച്ചാണ്. ഞാൻ അവിടെ ചോദിച്ചു, ഇങ്ങനെ എന്താ ചോദിച്ചു, എവിടെ രാജ്യത്ത് നിന്ന്? നെതർലൻഡ്സിലാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, ഏബ്രഹാം കൈപ്പറെ അറിയാമെന്ന് ചോദിച്ചു. ഏത് കൈപ്പറാന്ന് ചോദിച്ചു. ഇംഗ്ലീഷിൽ വാട്ട് കൈപ്പർ? ഐ ഹാവ് നെവർ ഈവൻ ഹേർഡ് അബൌട്ട് ദാറ്റ് നെയിം എന്ന് പറഞ്ഞു. ഞാൻ, ഹി വാസ് യുവർ പ്രൈം മിനിസ്റ്റർ. ഓ, ഹി വാസ് അവർ പ്രൈം മിനിസ്റ്റർ. ഐ ഡോണ്ട് നോ, ഐ ഡോണ്ട് റീഡ് ഹിസ്റ്ററി എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അവിടെ ചോദിച്ചു, ബൈബിൾ വായിച്ചിട്ടുണ്ടോ? ഞാൻ വായിച്ചിട്ടില്ല. ഐ നെവർ റെഡ് ബൈബിൾ, ഐ നെവർ സീൻ എ ബൈബിൾ, ഐ നെവർ വെന്റ് ടു എ ചർച്ച്. കല്യാണം കഴിച്ചാന്ന് ചോദിച്ചു. നോ, വി ഡോണ്ട് ബിലീവ് ഇൻ മാരേജ്. മൈ ഫാദർ ആൻഡ് മദർ ദേ ആർ നെവർ മാരീഡ് എന്ന് പറഞ്ഞു. അവർ ഒരുമിച്ച് ജീവിച്ച് ഞങ്ങളൊക്കെ ജനിച്ചു. ഞാനിതുവരെ അങ്ങനെ ആരുടെയും ജീവിക്കുന്നുമില്ല, അതുകൊണ്ട് എനിക്ക് പിള്ളേരും ഉണ്ടായിട്ടില്ല. എനിക്ക് ആവശ്യം തോന്നുമ്പോൾ ഒരാളെ കൊണ്ട് ജീവിക്കും. അപ്പൊ നോക്കണേ, നെതർലൻഡ്സിൽ ജീവിക്കുന്നതായിരിക്കുന്ന ഒരാൾക്ക് പോലും അവരുടെ പ്രൈം മിനിസ്റ്റർ ജവഹർലാൽ നെഹ്റുവിനെ അറിയാമോ, കേട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ കേട്ടിട്ടില്ല, അങ്ങനത്തെ ആൾ ആരാ എന്ന് ചോദിക്കുന്ന ഒരു ഇന്ത്യക്കാരനെ പോലെയാണ് അത്. അപ്പൊ ഈ കോമൺ ഗ്രേസ് എന്ന് പറഞ്ഞത് പോലും ഇല്ലാത്ത ഒരു സ്ത്രീയാണെന്ന് എനിക്ക് തോന്നി. അവർ വന്നത് എന്തിനാ? ഞാൻ ചോദിച്ചു, വൈ യു കെയിം? ഐ കെയിം ടു ലേൺ യോഗ പഠിക്കാനാ വന്നെന്ന് പറഞ്ഞു. ഞാൻ മനസ്സിലായി, അത് ദൈവകൃപയൊന്നും വേണ്ട, അത് ദൈവകൃപയൊന്നും പ്രത്യേകമായിട്ട് വേണ്ട യോഗ പഠിക്കാനായിട്ട്. ഇതുപോലെ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് മനുഷ്യന് ഗുണം ചെയ്യുന്ന സിസ്റ്റമാണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല കേട്ടോ. ഞാനിത് ഒന്നും കണ്ടില്ല. ഞാൻ ഒരു ദൈവദാസനെ കൊണ്ട് ഒരു നാച്ചുറോപ്പതി ഡോക്ടറെ അടുക്ക ചെന്നു. അദ്ദേഹം ഒരു റോമൻ കാത്തലിക് പ്രീസ്റ്റ് ആയിരുന്നു. അദ്ദേഹം നടത്തുന്നതായിരിക്കുന്ന ഒരു നാച്ചുറോപ്പതി ചികിത്സാലയത്തിൽ ചെന്നു. അവിടെ രാവിലെ സൂര്യ നമസ്കാരവും, രാവിലെ എഴുന്നേറ്റ് സൂര്യ നമസ്കാരത്തിന് പോകണം, അവിടെ യോഗയും ചെയ്യണം. ഞാൻ ഈ മനുഷ്യനെ അദ്ദേഹം പറഞ്ഞു കൊണ്ടുവന്നതാണ്. അദ്ദേഹം ചികിത്സയ്ക്ക് വേണ്ടി പോയത്. 2 ദിവസം ഉണ്ടായിരുന്നു. 2 ദിവസം കൊണ്ട് ആ മനുഷ്യൻ മാനസിക രോഗിയായി.
അദ്ദേഹം പിന്നെ എത്ര കാലം മാനസിക ആശുപത്രി കിടക്കണമെന്നറിയാം, സൂര്യ നമസ്കാരവും യോഗയും കൊണ്ട്. അപ്പൊ സൂര്യ നമസ്കാരവും യോഗയും കൊണ്ട് പ്രയോജനം ഉണ്ടോന്ന് ചോദിച്ചാൽ ഞാൻ പറയും പ്രയോജനമുണ്ട്. ആർക്കാന്ന് ചോദിച്ചാൽ മാനസിക ആശുപത്രിക്കാണ്. കാരണം ഈ സൂര്യനെ ഒന്നിച്ചോണ്ട് നമസ്കരിക്കുക എന്ന് പറയുമ്പോൾ അദ്ദേഹം രക്ഷിക്കപ്പെട്ട ദൈവവേദന. അദ്ദേഹം എന്നോട് പറഞ്ഞിട്ട് പറയും എനിക്ക് ചെയ്യാൻ ഒക്കില്ല. ഞാൻ പിന്നെ പറഞ്ഞു നിങ്ങൾ സൂര്യനെ നമസ്കരിച്ച് കണ്ണടച്ചോളാൻ പറഞ്ഞു. കണ്ണടച്ചു യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം എന്ന് പറഞ്ഞോളാൻ പറഞ്ഞു. അങ്ങനെയൊക്കെ പറയാൻ നോക്കി അദ്ദേഹം പറയും എന്നെ കൊണ്ട് ഒക്കില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം മാനസിക രോഗിയായി, ഭയങ്കര മാനസിക രോഗിയായി, പ്രശ്നം എന്തൊക്കെയോ വന്ന്. ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ എത്തിച്ചതിന്റെ കാര്യം ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്. എന്തോ ഒരു ബന്ധപ്പെട്ടാണ് മനുഷ്യനെ. അപ്പൊ ഇതൊക്കെ ഇങ്ങനെയുള്ള പ്രകൃതിദത്തമായിരിക്കുന്ന പല കാര്യങ്ങളും ആളുകൾ ചെയ്യുന്നുണ്ട്. അതൊക്കെ നല്ലതാണോ എന്ന് ചോദിച്ചാൽ കുറച്ചൊക്കെ നല്ലതായിരിക്കും ഞാൻ വിചാരിക്കുന്നു. പ്രകൃതി കൊണ്ട് നന്മയൊന്നുമില്ലെന്നൊന്നും ഞാൻ പറയാനായിട്ട് ശ്രമിക്കുന്ന ഒരാളല്ല. എന്നാൽ ഈ കോമൺ ഗ്രേസിന്റെ പരിധിയിൽ വരുന്നതായിരിക്കുന്ന പല കാര്യങ്ങളാണ്. പക്ഷേ അതും ഒത്തിരി മിസ്യൂസ് ചെയ്യുന്നുണ്ട്. എന്നാൽ സ്പെഷ്യൽ ഗ്രേസ് ആണ് നമ്മുടെ രക്ഷയ്ക്ക് കാരണമായിട്ട് നമുക്ക് ഇരിക്കുന്നത്. അപ്പോ ഈ കോമൺ ഗ്രേസിനെ പറ്റി പറയുമ്പോൾ അത് സാർവത്രികമാണ്, സർവ്വ സൃഷ്ടികളോടും കാണിക്കുന്നത് ഈ കൃപയാണ്. അത് സർവ്വസാമാന്യമാണ്, ജനറൽ എന്ന് പറയും. ദൈവം മനുഷ്യവർഗത്തോട് പൊതുവെ കാണിക്കുന്നതായിരിക്കുന്ന ഒരു ദൈവത്തിന്റെ ഒരു കരുണയാണത്. എന്നാൽ അത് ഉടമ്പടി പ്രകാരമുള്ളതല്ല, ദൈവം മനുഷ്യനുമായി ചെയ്തിട്ടുള്ള ഉടമ്പടിയുടെ ഒരു ഭാഗമല്ല. അത് അബ്രഹാമിക ഉടമ്പടി, അതുപോലെ ദൈവവചനത്തിലുള്ളതായിരിക്കുന്ന അനേക ഉടമ്പടിയുണ്ട്. ഡേവിഡിക് കവനന്റ്, എബ്രഹാമിക് കവനന്റ്, മൊസൈക് കവനന്റ്, പാലസ്റ്റീനിയൻ കവനന്റ്, ന്യൂ കവനന്റ് എന്നൊക്കെ പറയുന്നതായിരിക്കുന്ന പല കവനന്റുകളുണ്ട്. ആ കവനന്റുകളിലൊന്നും പെടുന്നതല്ല ഈ ജനറൽ ഗ്രേസ് എന്ന് പറയുന്നത്. അത് മനുഷ്യവർഗത്തെ ദൈവം സൃഷ്ടിച്ചു എന്നുള്ളത് കൊണ്ട് മനുഷ്യവർഗത്തിന് നിലനിൽപ്പിന് ആവശ്യമായ മഴയും ആവശ്യമായ വെയിലും ആവശ്യമായ മഞ്ഞും അതുപോലെ തന്നെ അതിൽ കൃഷി ചെയ്യാനുള്ളതായിരിക്കുന്ന മനുഷ്യന്റെ കഴിവുകളും കാലങ്ങൾ അറിയാന് ഒക്കെ ഉള്ളതായിരിക്കുന്ന കഴിവുകളൊക്കെ ദൈവം മനുഷ്യർക്ക് കൊടുത്തിട്ടുണ്ട്. അത് ദൈവത്തിന്റെ ജനറൽ ഗ്രേസ് ആണ്. അത് ഉപയോഗിച്ചാണ് നമ്മളിങ്ങനെ ജീവിക്കുന്നത്. അപ്പൊ രക്ഷിക്കപ്പെട്ടവരും അല്ലാത്തവരും തമ്മിലുള്ളതായിരിക്കുന്ന വ്യത്യാസം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ, രക്ഷിക്കപ്പെടാത്തവർക്ക് ദൈവത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി ദൈവം തിരഞ്ഞെടുക്കാത്ത ആളുകൾക്ക് ദൈവത്തിന്റെ പ്രത്യേക കൃപയ്ക്ക് അവകാശമില്ല. എന്നാൽ പൊതുവായ കൃപയ്ക്ക് എല്ലാവർക്കും അവകാശമുണ്ട്. എവരിബഡിയാ, രക്ഷിക്കപ്പെട്ടവർക്കും ഉണ്ട്, രക്ഷിക്കപ്പെടാത്തവർക്കും ഉണ്ട്, അങ്ങനെയുള്ളത്. ഇപ്പൊ പൊതുവായ കൃപയ്ക്ക് 3 വിധത്തിലുള്ള പ്രവർത്തന മേഖലയുണ്ടെന്നാണ്. പൊതുവായ കൃപയ്ക്ക്, ജനറൽ ഗ്രേസിന്, കോമൺ ഗ്രേസിന്. ഒന്ന്, ദോഷത്തെ തടയുക, പ്രിവെൻഷൻ ഓഫ് ഈവിൾ. ആദാമ്യ പാപത്താൽ മനുഷ്യൻ ലഭിച്ചതായിരിക്കുന്ന അധമത്വത്തിന്റെ പൂർണ്ണമായ പ്രകടനം ഇതുവരെ ലോകം കണ്ടിട്ടില്ല. നീറോ ഉണ്ടായിട്ടുണ്ട്, ഹിറ്റ്ലർ ഉണ്ടായിട്ടുണ്ട്, സ്റ്റാലിൻ ഉണ്ടായിട്ടുണ്ട്, മാവോ ഉണ്ടായിട്ടുണ്ട്, ഇങ്ങനെയുള്ള അനേകർ ഉണ്ടായിട്ടുണ്ട്. അവർക്ക് ഒരുപാട് തിന്മ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിലും ആ പാപത്തിന്റെ പൂർണ്ണത കണ്ടിട്ടില്ല. ഞാൻ വിചാരിക്കുന്നത് എതിർ ക്രിസ്തു എന്ന് പ്രവർത്തിക്കുമ്പോൾ, എതിർ ക്രിസ്തുവും വ്യാജ പ്രവാചകനും ദുരാത്മാവും കൂടെ ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ ഒരു പക്ഷേ മനുഷ്യവർഗത്തിന്റെ തിന്മയുടെ ആഴം എത്രത്തോളം ഉണ്ട് എന്ന് ഒരു പക്ഷേ നമുക്ക് കാണാം. അന്നുപോലും ദൈവത്തിന്റെ കോമൺ ഗ്രേസ് അതിനെക്കുറിച്ച് ലിമിറ്റ് ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ആ കാലങ്ങൾ ചുരുങ്ങാതിരുന്നാൽ ഒരു ജഡവും രക്ഷിക്കപ്പെടുകയില്ല. അപ്പം ദൈവത്തിന്റെ കോമൺ ഗ്രേസ് കൊണ്ട് എന്ത് ചെയ്യും? ആ കാലങ്ങൾ ചുരുക്കിത്തരും. 7 വർഷം എന്ന് പറയുന്നത് പീഡനകാലം അത് തന്നെ ചുരുക്കും. ദിവസം 16 മണിക്കൂർ, 3 ചുരുക്കും. 24 മണിക്കൂർ ദിവസങ്ങളിൽ 16 മണിക്കൂറാകും. 8 മണിക്കൂർ പകലും 8 മണിക്കൂർ രാത്രിയാകും. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യും? 12 മണിക്കൂർ പകലും 12 മണിക്കൂർ രാത്രി കൊണ്ട് അനുഭവിക്കേണ്ടതായിരിക്കും ദുരിതങ്ങൾ 8 മണിക്കൂറിൽ ചുരുങ്ങും. അത് ദൈവത്തിന്റെ കോമൺ ഗ്രേസ് ആണ്. ആ കാലം ചുരുങ്ങാതിരുന്നാൽ ഒരു ഇടവും രക്ഷിക്കപ്പെടില്ല, മനുഷ്യൻ ജീവിക്കാൻ നോക്കുകയില്ല. ദൈവത്തിന്റെ കോമൺ ഗ്രേസ് ആ കാലത്ത് പോലും ഉണ്ടെന്നാണ് ഞാൻ പറയുന്നത്. ആ കാലത്ത് പോലും ദൈവത്തിന്റെ കോമൺ ഗ്രേസ് ഉണ്ട്. അപ്പൊ ദോഷത്തിന്റെ പ്രിവെൻഷൻ എന്ന് പറയുന്നത് കോമൺ ഗ്രേസ് വന്ന ഒന്നാണ്. രണ്ടാമത്, നന്മയെ വളർത്തുക, പ്രൊമോഷൻ ഓഫ് ഗുഡ്. സമ്പൂർണ്ണ ധാർമ്മിക അധപതനത്തിൽ ആണ്ടുപോയ മനുഷ്യന് യാതൊരു നന്മയും ചെയ്യുവാൻ കഴിയുകയില്ല എന്ന് പറയാനായിട്ട് സാധിക്കില്ല. രക്ഷയ്ക്ക് പര്യാപ്തമായ ഒരു നന്മയും ചെയ്യാനായിട്ട് കഴിയുകയില്ല. പക്ഷേ മനുഷ്യവർഗത്തിന് പ്രയോജനകരമായ പല നന്മകളും ചെയ്യാനായിട്ട് കഴിയും. ഇപ്പൊ മദർ തെരേസാനെ എന്തോരം നന്മയാണ് ചെയ്തിട്ടുള്ളത്. കുഷ്ഠരോഗ ആശുപത്രി നടത്തുന്നവരെ, ഇങ്ങനെയൊക്കെയുള്ള ആളുകൾ എന്തോരം നന്മയാണ് ചെയ്യുന്നത്. ഒരുപാട് നന്മ ചെയ്യുന്നുണ്ട്. അതൊക്കെ കോമൺ ഗ്രേസ്, അതിന്റെ ഒരു പ്രത്യേകതയാണ്. എല്ലാ ശാസ്ത്രീയ നേട്ടങ്ങൾക്കും ഞാൻ വിചാരിക്കുന്നു നമുക്ക് ഉണ്ടാകുന്ന നല്ല ശാസ്ത്രീയ നേട്ടങ്ങൾ. നോബൽ എന്ന് പറയുന്ന ആൽഫ്രഡ് നോബല് TNT കണ്ടുപിടിച്ചു, ട്രൈനൈട്രോടോളുമിൻ. അതുകൊണ്ടാണ് എന്തുണ്ടാകുന്നത്, ഈ ലോകത്ത് ബോംബൊക്കെ ഉണ്ടാക്കാനായിട്ട് പിൽക്കാലത്ത് ഇടയായത്, വെടിവെക്കാനുള്ള സാധനങ്ങളൊക്കെ. നോബലിനോട് ഒരിക്കൽ ഒരാൾ പറഞ്ഞു, നിങ്ങൾക്ക് ദൈവം തന്ന ബുദ്ധി കൊണ്ട് നിങ്ങൾ മനുഷ്യവർഗത്തെ കൊല്ലാനുള്ളതാ കണ്ടുപിടിച്ചെന്ന് പറഞ്ഞു. അത് പറഞ്ഞപ്പോൾ നോബൽ പറഞ്ഞു, എന്നാൽ ഞാൻ മനുഷ്യ രക്ഷിക്കാനുള്ളത് കണ്ടുപിടിക്കാൻ പോകുമെന്ന് പറഞ്ഞു. താനെ അതുകൊണ്ട് കിട്ടുന്നതായിരിക്കുന്ന ഇൻകം മുഴുവനും താനെ നോബൽ പ്രൈസ് എന്ന പേരിൽ ഒന്നുണ്ടാക്കിയിട്ട് പറഞ്ഞു, എന്റെ കണ്ടുപിടുത്തം കൊണ്ട് കിട്ടുന്നതായിരിക്കുന്ന ഇൻകം മുഴുവനും ശാസ്ത്രവും ഫിസിക്സും കെമിസ്ട്രിയും മെഡിസിനും അതുപോലെ തന്നെ സാഹിത്യവും ഒക്കെ നല്ലതായിരിക്കുന്ന കോൺട്രിബ്യൂഷൻസ് നൽകുന്നതായിരിക്കുന്ന ആളുകൾക്ക് സമ്മാനമായിട്ട് കൊടുക്കാനായിട്ട് ഞാൻ തന്നിരിക്കുന്നു പറഞ്ഞു.
എന്ന് പറയാൻ താൻ തന്റെ കണ്ടുപിടുത്തം കൊണ്ട് ചെയ്തതായിരിക്കുന്ന ദോഷത്തെ ന്യൂട്രലൈസ് ചെയ്യാനായിട്ട് കഴിയില്ല. പക്ഷേ അതിന് പകരം എന്തെങ്കിലും ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചപ്പോൾ ഒരു നന്മ ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. അത്രയൊക്കെ മനുഷ്യന് കഴിയൂ, അത്രയൊക്കെ കഴിയൂ. ആ ആൽഫ്രഡ് നോബൽ വിചാരിച്ചാലും അത്രയൊക്കെ കഴിയൂ. കാരണം കണ്ടുപിടിച്ച ഇനി കണ്ടുപിടിക്കാതിരിക്കാൻ ഒക്കില്ലല്ലോ. TNT കണ്ടുപിടിച്ച ഇനി അത് കണ്ടുപിടിക്കാതിരിക്കാനൊക്കെ അത് അണ്ടു ചെയ്യാൻ ഒക്കില്ല. അത് മനുഷ്യവർഗത്തിന് കോമൺ നോളജ് ആയിപ്പോയി. ഈ സാധനം എങ്ങനെയാ ഉണ്ടാക്കുന്നതെന്നും വെടിവെക്കുന്നത് എങ്ങനെയാണെന്നും മനുഷ്യനെ കൊല്ലുന്നത് എങ്ങനെയാണെന്നും മനുഷ്യർക്ക് കണ്ടുപിടിച്ചു പോയി. അതുകൊണ്ട് അങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അദ്ദേഹം വിചാരിച്ചു ശരി, അങ്ങനെയെങ്കിൽ അങ്ങനെ ഉണ്ടാകുന്നതായിരിക്കുന്ന രോഗങ്ങൾക്കും മരണത്തിനും മരുന്നും പരിഹാരവുമായിട്ട് മെഡിസിൻ നോബൽ പ്രൈസ്, വലിയ വലിയ കണ്ടുപിടുത്തങ്ങൾ, മരുന്നുകൾ കണ്ടുപിടിക്കുന്നവർക്ക്, മറ്റുള്ളവർക്ക് ഫിസിക്സിന്റെ കണ്ടുപിടുത്തങ്ങൾ, അതുപോലെ സാഹിത്യ ഗ്രന്ഥങ്ങളെ രചിക്കുന്നവർ അത് വായിച്ച് മനുഷ്യന്റെ മനസ്സിനൊരു സമാധാനം വരാൻ, അങ്ങനെയൊക്കെ ചില കണ്ടുപിടുത്തങ്ങൾ. ഇപ്പൊ സമാധാനത്തിലുള്ള കണ്ടുപിടുത്തം ഉണ്ടല്ലോ, സമാധാനത്തിന് നോബൽ പ്രൈസും ഉണ്ട്. വഴക്ക് കിട്ടുന്നതായിരിക്കും ജനങ്ങൾക്കിടയിൽ സമാധാനം വരുത്തുവാനായിട്ട് കഴിയുന്ന ആളുകൾ. ചില ആളുകളൊക്കെ അത് കിട്ടണമെന്നൊക്കെ വിചാരിച്ച് ഓരോന്നൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതിലൊക്കെ കിട്ടിയിട്ടില്ല. കിട്ടുമില്ലെന്ന് അറിയില്ല. ചിലപ്പോൾ അടുത്ത വർഷം ചിലപ്പോൾ കിട്ടിയേക്കുമായിരിക്കും, അല്ലേ? അങ്ങനെയൊക്കെ ചിലപ്പോൾ കിട്ടിയേക്കാരും. നിങ്ങളും നോക്ക് ലോകത്തിന് സമാധാനം കൊണ്ടുവരാനായിട്ട് വല്ലതും നോക്കിയിട്ട് കുറച്ച് കാശൊന്നും അല്ല, 8 കോടി 10 കോടി രൂപയൊക്കെയാണ് ഒരു പ്രൈസ് സമ്മാനത്തിന് കിട്ടുന്നത്, അല്ലേ? അതെ, നമ്മുടെ വിശ്വാസികൾക്കൊന്നും നോബൽ പ്രൈസ് കിട്ടുന്നില്ല. എന്താണെന്നറിയില്ല, കോമൺ പ്രൈസ് ഇല്ലാഞ്ഞിട്ടാണോ അറിയില്ല. പക്ഷെ നമുക്ക് കിട്ടുന്നില്ല, കാരണം നമ്മുടെ ശ്രദ്ധയൊന്നും അതില്ല. അപ്പൊ മൂന്നാമത് പറയുന്നത് പൊതുവായ അനുഗ്രഹങ്ങളുടെ ദാനമാണ്. സൃഷ്ടിയുടെ നിലനിൽപ്പിന് ആവശ്യമായ പൊതുവായ അനുഗ്രഹങ്ങൾ, വെള്ളം, വെയില് മുതലായ ശുദ്ധവായു ദൈവം തരുന്നുണ്ട്. കുടിക്കാൻ നല്ല വെള്ളം തരുന്നുണ്ട്. മഞ്ഞ് വീഴ്ച ഉണ്ടാകുന്നുണ്ട്. വൃക്ഷങ്ങൾക്ക് ഫലം ഉണ്ടാകുവാൻ ആവശ്യമായിരിക്കുന്ന തണുപ്പ് കാലങ്ങൾ തരുന്നുണ്ട്. ഇതൊക്കെ ദൈവം തരുന്നുണ്ട്. ദൈവത്തിന്റെ കോമൺ ഗുഡ്നസ് ആണ് അതൊക്കെ. ദൈവം അതൊക്കെ പിൻവലിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഫലവും ഉണ്ടാവില്ല, നമുക്ക് വെള്ളവും കാണുകയില്ല, നമുക്ക് കാലാവസ്ഥയും പ്രതികൂലമായിട്ട് തീരും. അതൊക്കെ ദൈവത്തിന്റെ പൊതുവായിരിക്കുന്ന കൃപയാണ്. അപ്പോൾ അങ്ങനെ പൊതുവായിരിക്കുന്ന കൃപയുണ്ട്. പക്ഷേ പൊതുവായ കൃപയും പ്രത്യേകമായിരിക്കുന്ന കൃപയും രണ്ടും രണ്ടാണ്. അത് തമ്മിൽ ഒരിക്കലും കൺഫ്യൂസ് ചെയ്യരുത്. അത് തമ്മിൽ ഒത്തിരി വ്യത്യാസങ്ങളുണ്ട്. ഒന്നാം നോക്കിയ കൃപയുടെ വ്യാപ്തി, രക്ഷാകരമായ കൃപ വൃതന്മാർക്ക് മാത്രം നൽകപ്പെടുന്നതാണ്. പൊതുവായ കൃപ സകല മനുഷ്യർക്ക് ലഭിക്കുന്നു. അപ്പോൾ വ്യാപ്തി ഏതിനാ കൂടുതലെന്ന് ചോദിച്ചാൽ പൊതുവായ കൃപയ്ക്കാണ്. രക്ഷാകരമായ കൃപ ഈസ് ലിമിറ്റഡ് ഓൺലി ടു ദ ഇലക്ട്, അവർക്ക് മാത്രമാണ്. അതുപോലെ കൃപയുടെ പ്രവർത്തന ഫലമെന്ന് പറയുന്നത് അങ്ങനെയാണ്. രക്ഷാകരമായ കൃപ പാപത്തിന്റെ ശിക്ഷ, കുറ്റം എന്നിവയെ നീക്കി വിശ്വാസിക്ക് പുതുജീവനും പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്താൽ പ്രായോഗികതത്തിൽ വിശുദ്ധിയും നൽകുന്നു. പൊതുവായ കൃപ ആന്തരികമായ രൂപാന്തരം വരുത്തുന്നില്ല, പാപത്തിന്റെ ശക്തിയെ തടയുക മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതും അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ വൺ ഈസ് മോർ പേഴ്സണൽ, ദി അതർ ഈസ് മോർ ജനറൽ. മൂന്നാമത് പറയുമ്പോൾ കൃപയുടെ പ്രതിരോധ്യതയാണ്. രക്ഷാകരമായ കൃപയെ ആത്യന്തികമായി പ്രതിരോധിക്കാൻ കഴിയില്ല, അപ്രതിരോധമാണെന്ന് പറയും. അതിനാണ് കാൽവിൻ പറഞ്ഞ ഇറസിസ്റ്റബിൾ ഗ്രേസ്. ട്യൂലിപ്പിലെ എന്ന് പറയുന്നതാണ് ഇറസിസ്റ്റബിൾ ഗ്രേസ്. ദൈവത്തിന്റെ കൃപയെ തടഞ്ഞു വെക്കാൻ ഒക്കില്ല. തൽക്കാലത്തേക്ക് നമുക്ക് തടയാനായിട്ട് കഴിയും, പക്ഷെ കോമൺ ഗ്രേസ് അങ്ങനെയല്ല. അതിനെ നമുക്ക് പ്രതിരോധിക്കാം, അതിനെ നമുക്ക് തടയാം. നന്മ പ്രവർത്തിക്കാനായിട്ട് ദൈവം കഴിവ് തന്നിട്ടുണ്ടെങ്കിൽ തിന്മ മാത്രം പ്രവർത്തിക്കാം. അങ്ങനെയാണല്ലോ. ഹിറ്റ്ലർക്ക് നന്മ പ്രവർത്തിക്കാൻ കഴിവൊന്നും ഇല്ലായിരുന്നു, ഉണ്ടായിരുന്നു. പക്ഷെ അത് ചെയ്തല്ല തിന്മയാണ്. ഐക്മാന് നന്മ പ്രവർത്തിക്കാൻ കഴിവില്ലായിരുന്നു. അതുകൊണ്ട് താന് 60 ലക്ഷം ആളുകളെ ഗ്യാസ് ചേമ്പറിലേക്ക് നടത്തി, വേണമെങ്കിൽ ആ നടത്തുന്ന കാര്യങ്ങളോടെല്ലാം അവിടെ ചെല്ലുമ്പോൾ ഓരോ മാർച്ച് ഓർഡർ പറഞ്ഞാൽ മതി, ഓൾ അബൌട്ട് ആണെന്നോ റൈറ്റ് ആണെന്നോ പറഞ്ഞാൽ മതി. അവരെ എല്ലാം കൊണ്ടുപോയി അടുത്ത ഷെഡിൽ കൊണ്ടുപോയി എല്ലാവർക്കും വിശാലമായിരിക്കുന്ന സദ്യയും കൊടുത്ത്, വെള്ളവും കൊടുത്ത്, കുളിക്കാനായിട്ട് സോപ്പും കൊടുത്ത്, ധരിക്കാൻ വസ്ത്രം കൊടുത്ത് വേണേ ഇവിടെ അങ്ങനെ നന്മ ചെയ്യാമായിരുന്നു. ചെയ്തില്ല. പിന്നെ ഈ ഗ്യാസ് ചേമ്പറിലേക്ക് തന്നെ കീപ്പ് ഓൺ ലെഫ്റ്റ് റൈറ്റ് കീപ്പ് ഓൺ മാർച്ചിങ്. 65 ലക്ഷം ആളുകളെയും കൊണ്ടുപോയി ആ ഗ്യാസ് ചേമ്പർ അവിടെ അതെല്ലാം കത്തിച്ച് ചാരമാക്കി, ചാമ്പുകളിൽ നിറച്ച്, ചാക്കുകളിൽ നിറച്ച് അതെ ജർമ്മനിയുടെ കൃഷിക്ക് ഉപയോഗിച്ചു ആ മനുഷ്യൻ, ദുഷ്ടനായ മനുഷ്യൻ. അതാണ് കോമൺ ഗ്രേസിനെ മനുഷ്യൻ തടയാനായിട്ട് കഴിയുമെന്ന് പറയുന്നത്. പ്രതിരോധ്യ സാധ്യത അവിടെ ഉണ്ട്, പ്രത്യേക ഗ്രേസിനെ തടയാനായിട്ട് സാധിക്കില്ല. അതുപോലെ കൃപയുടെ പ്രവർത്തന മണ്ഡലം, രക്ഷാകരമായ കൃപ ആത്മീയ തലത്തിലാണ് പ്രവർത്തിക്കുന്നത്. എന്നാൽ പൊതുവായ കൃപ ബുദ്ധിയുടെയും ധാർമ്മികതയുടെയും തലത്തിലാണ്. അത് മനുഷ്യന്റെ വൈകാരികം, ഇന്റലക്ച്വൽ, ഇമോഷണൽ അങ്ങനെയുള്ള തലങ്ങളിലാണ്. സാഹിത്യകൃതികള്, കലാപരമായിരിക്കുന്ന കൃതികള്, ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങള്, ഇങ്ങനെയൊക്കെയുള്ളതായിരിക്കുന്ന തലത്തിലാണ് പൊതുവായ കൃപ പ്രവർത്തിക്കുന്നത്. പക്ഷെ സ്പെഷ്യൽ ഗ്രേസ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. മനുഷ്യന്റെ ആത്മാവിൽ പ്രവർത്തിച്ച് പാവബോധം കൊടുത്ത്, കർത്താവായ യേശു ക്രിസ്തുവിനെ കാണിച്ചു കൊടുത്ത്, വിശ്വസിക്കാനുള്ള കൃപയും കൊടുത്ത് അവനെ ദൈവത്തിന്റെ പൈതാക്കി തീർക്കുന്നു. ഇറ്റ്സ് എ ബിഗ് ഡിഫറൻസ്. അതെ, അതുപോലെ തന്നെയാണ് കൃപയുടെ പ്രവർത്തന വിധം എന്ന് പറയുന്നത്. രക്ഷാകരമായ കൃപ ഹൃദയത്തിൽ നേരിട്ട് പ്രവർത്തിച്ച് രൂപാന്തരം വരുത്തുന്നു. പൊതുവായ കൃപയാകട്ടെ ധാർമ്മികവും ബുദ്ധിപരവുമായ സ്വാധീന തലത്തിലാണ്. അതിന് സ്വാധീനതയേ ഉള്ളൂ, ഇൻഫ്ലുവൻസേ ഉള്ളൂ. പ്രത്യേക കൃപയ്ക്ക് ഇൻഫ്ലുവൻസ് അല്ല, ഇറ്റ്സ് ആക്റ്റീവ് ആൻഡ് പ്രസന്റ് വർക്കാണ്.
ദൈവം എന്നെ എങ്ങനെ സ്വാധീനിക്കുക മാത്രമല്ല ചെയ്യുന്നത്, പിന്നെയോ ദൈവം തന്റെ തിരഞ്ഞെടുപ്പ് കൊണ്ട് എന്നെ പിടിച്ച് ദൈവത്തിന്റെ കൃപയ്ക്ക് കീഴെ കൊണ്ടുവന്ന് എന്നെ കൊണ്ട് എൻ്റെ ബുദ്ധിയെ തുറന്ന് സുവിശേഷം കേൾപ്പിച്ച് എൻ്റെ ഹൃദയത്തെ സ്പർശിച്ച് എനിക്ക് ഭാവബോധം വരുത്തി എന്നെ രക്ഷിക്കുകയാണ് ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് എ ഡയറക്റ്റ് വർക്ക്, മോർ സ്പെസിഫിക് വർക്ക്. അങ്ങനെ ദൈവത്തിന്റെ പ്രത്യേക കൃപയെന്നൊക്കെ പറയുന്നത് വലുതാണ്. അതുകൊണ്ടൊക്കെയാണ് രക്ഷിക്കപ്പെട്ടത്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഞാൻ സുവിശേഷം കേട്ട് കർത്താവ് രക്ഷിതാവായി സ്വീകരിക്കാനായിട്ട് എഴുന്നേറ്റ് നിൽക്കുന്നത്. ഒരു സമ്മർദ്ദവും ഒന്നും ഉണ്ടായില്ല. ഇറ്റ് വാസ് സോ നാച്ചുറൽ. പക്ഷെ അതേസമയം എനിക്കറിയാം ദൈവത്തിന്റെ ആത്മാവ് എൻ്റെ ഹൃദയത്തിൽ പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ടാണ് ഞാൻ ഒരു പാപിയാണെന്ന് എനിക്ക് ബോധ്യം വന്ന് ഞാൻ കർത്താവിന്റെ രക്ഷിതാവായി സ്വീകരിക്കാനായിട്ട് എഴുന്നേറ്റ് നിന്നത്. അപ്പൊ ദൈവത്തിന് പ്രത്യേകമായിരിക്കുന്ന കൃപയെന്ന് പറയുന്നത് ഇത്ര വിലയേറിയതാണ്. സോ സ്പെഷ്യൽ, സോ സ്വീറ്റ്, സോ പവർഫുൾ, സോ എഫക്റ്റീവ്, എഫിക്കേഷ്യസ് ഗ്രേസ് എന്നൊക്കെയാണ് തിയോളജിയിൽ അതിനെക്കുറിച്ച് പറയുന്നത്. ജനറൽ ഗ്രേസിനെ കുറിച്ച് എഫിക്കേഷ്യസ് ഗ്രേസ് എന്ന് പറയാനൊക്കെയില്ല. ദാറ്റ്സ് പ്രോഫിറ്റബിൾ എന്നേ പറയാനൊക്കൂ, പ്രയോജനകരമായതെന്നേ പറയാനൊക്കൂ, യൂസ്ഫുൾ എന്നേ പറയാനൊക്കൂ. അത് വലിയ വ്യത്യാസമുണ്ട്. അപ്പോൾ നമ്മളൊക്കെ ദൈവത്തിന്റെ പൊതുവായ കൃപകൾ പ്രാപിച്ചവരാണ്. തീർച്ചയായിട്ടും ഒരുപാട് കൃപകളുണ്ട്. എന്നാൽ അതിനേക്കാൾ കൂടുതൽ രക്ഷിക്കപ്പെട്ടവരായിരിക്കുന്ന നാം ദൈവത്തിന്റെ പ്രത്യേക കൃപയുടെ അവകാശികളും ദൈവകൃപയുടെ പങ്കാളികളും ഓഹരിക്കാരും ഒക്കെയാണ്. ദൈവം നമ്മിൽ പ്രത്യേകമായ നിലയിൽ തന്റെ കൃപ തന്ന് നമ്മളെ രക്ഷിച്ചു എന്നുള്ളത് കൊണ്ടാണ് ഈ നിലയിൽ നമുക്കായിരിക്കുവാനായിട്ട് ഇടയാകുന്നത്. കൊണ്ട് ദൈവത്തോട് നാം ഒരുപാട് കടപ്പെട്ടവരാണ്, ഒരുപാട് കടപ്പെട്ടവരാണ്. ലോകത്തുള്ള എല്ലാവരും കടപ്പെട്ടവരാണ്. കോമൺ ഗ്രേസിന് വേണ്ടി കടപ്പാടുണ്ട്. കാരണം ഒരു നല്ല പീസ് ഓഫ് മ്യൂസിക് കേട്ടാലേ, ഇനിയിപ്പോ രക്ഷിക്കപ്പെട്ടവർ എഴുതാത്തതായിരിക്കുന്ന പാട്ടാണെങ്കിൽ ചില പാട്ടുകൾ കേട്ടാലേ, ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഞാൻ സിനിമയ്ക്കൊന്നും പോയിട്ടില്ല, പക്ഷേ മഴയൊക്കെ പെയ്ത് കഴിഞ്ഞതായിരിക്കുന്ന ക്ലീൻ ആയിട്ടുള്ള അന്തരീക്ഷത്തിൽ പത്തനംതിട്ട ഈ സിനിമ ടാക്കീസ് എന്നാ പറയുന്നത്. ടാക്കീസ്, എന്തിനാ ഈ ടാക്കീസ് എന്ന് പറയുന്നത് എനിക്കറിയാം. സംസാരിക്കുന്നതുകൊണ്ടായിരിക്കും സിനിമ ടാക്കീസ് എന്ന് പറയും. അവിടെ ഈ പാട്ട് വെക്കും. പാട്ട് വെക്കുമ്പോ എങ്ങനെ നമ്മളും ചിലവ് നോക്കും. അപ്പൊ ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, ചെറുപ്പത്തിൽ ഇങ്ങനെ ഒരു പാട്ട് കേട്ടു. എന്താ ആരെഴുതിയാ ഞാൻ ഓർക്കുന്നില്ല. കുറിയടിക്കും എനിക്ക് ഒരു നറുക്ക് വെക്കണം എന്നൊരു പാട്ടുണ്ടല്ലോ. അങ്ങനെ ആ പാട്ട് ഞാൻ കേട്ടോണ്ടിരുന്ന് ചിരിക്കുകയായിരുന്നു. അപ്പച്ചൻ പുറകെ കൂടെ വന്ന് ചൂട് കൊണ്ട് ഒരൊറ്റ അടിയാണ്. നീ എന്തുവാണ് രസിക്കുന്നത്? സിനിമ പാട്ട് കേട്ട് രസിക്കുകയാണോ? ഞാൻ വിചാരിച്ചു പാവമായിരിക്കും കർത്താവേ ഞാൻ ചെയ്തതെന്ന്. പക്ഷെ ഇപ്പൊ തിരിഞ്ഞു നോക്കുമ്പോ അത് ഒരു പാവവും അല്ല, അപ്പച്ചനാ പാവം ചെയ്തെന്ന് എനിക്ക് തോന്നുന്നു എന്നെ അടിച്ചതിന്. കാരണം ആ പാട്ടിൻ്റെ അകത്ത് തന്നെതാ, ആ പാട്ടിൻ്റെ അകത്ത് തെറ്റായിരിക്കുന്ന യാതൊരു ആശയമില്ല. ഒരാശയമില്ലാത്തൊരു പാട്ടാണ്. ഒരു അവിശ്വാസി എഴുതിയൊരു പാട്ടാണ്. മലയപ്പുരേന്റെ മാടത്ത് വാഴ വെച്ചു അല്ലെ, വാഴ. അതിൻ്റെ അകത്ത് എന്താ അശുദ്ധമായിട്ടുള്ളത്? എന്താ? അത് കമ്മ്യൂണിസ്റ്റ് ആശയം ഉണ്ടെന്നാ പറയുന്നത്. അത് ആശയം കമ്മ്യൂണിസ്റ്റ് ആരുടെ ആയാലും ശരിയല്ലേ? പാവപ്പെട്ട മലയപ്പുരേന് തന്റെ മുറ്റത്തൊരു വാഴ വെച്ച് മുതലാളി വന്ന് വാഴക്കുലയും വെട്ടിക്കൊണ്ട് പോയി. അത് അദ്ദേഹം പാടി, ശരിയല്ലേ? ചെയ്തത് തെറ്റാന്നോ? തെറ്റാ, തെറ്റാന്ന് ചെയ്യാൻ പാടില്ല. പക്ഷെ അന്നൊക്കെ അത് കേട്ടാലും അതിന് അടി കൊള്ളുമായിരുന്നു. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ വിചാരിക്കുന്നു അടിച്ചവർക്ക് ഈ പ്രത്യേക കൃപ ഇല്ലാഞ്ഞതുകൊണ്ടാണ് അടിച്ചതെന്ന് എനിക്ക് തോന്നുന്നത്. ആസ്വദിക്കാനുള്ളതായിരിക്കുന്ന കഴിവ് അവർക്ക് ഉണ്ടായിരുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള നല്ല നല്ല പാട്ടുകള് അവിശ്വാസികളായ ആളുകൾ, ഷേക്സ്പിയറുടെ നാടകമൊക്കെ വായിച്ചാൽ എന്തോരം രസമാണ്. മാക്ബത്തും ടെമ്പസ്റ്റും ഇങ്ങനെയുള്ളതായിരിക്കും, ജൂലിയസ് സീസറും ഒക്കെ വായിച്ചാൽ എന്ത് രസമാണ്. അതുപോലെയാണ് ഓരോരുത്തരും എഴുതായിരിക്കുന്ന ഓരോന്നൊക്കെ വായിച്ചാൽ അശ്ലീലമുള്ളതായിരിക്കുന്നതൊക്കെ ഉണ്ടായിരുന്നു. കുഞ്ചൻ കുമാരനാശാൻ എഴുതിയതായിരിക്കുന്ന വീണപൂ എന്നുള്ളതൊക്കെ വായിച്ചാൽ നമുക്ക് എന്തെങ്കിലും തോന്നുമോ? ഒന്നുമില്ല. പിന്നെ വ്യാഖ്യാനത്തിന് വീണപൂ ആരാണെന്നുള്ളതിനെ കുറിച്ചൊക്കെ വ്യാഖ്യാനം പറയുന്നു. കുമാരനാശാന് സ്നേഹം ഉണ്ടായിരുന്ന ഒരു പെൺകുട്ടി മരിച്ചത് കൊണ്ട് എഴുതിയതാണെന്ന് ചിലർ. അങ്ങനെയല്ല. കുമാരനാശാന്റെ വീണപൂ എന്ന് പറയുന്നത് അദ്ദേഹമാണ്, ശ്രീനാരായണ ഗുരുസ്വാമിയാണ്. ശ്രീനാരായണൻ മരിച്ചപ്പോൾ വീണുപോയല്ലോ എന്ന് പറഞ്ഞാണെന്ന് പറയുന്നുണ്ട്. ഇനി ഇത് രണ്ടുമല്ല വേറെ എന്തോ ആണെന്ന് പറയുന്നവരുണ്ട്. അതേക്കുറിച്ചൊന്നും വ്യാഖ്യാനം ആർക്കും ഇതേ കൊടുത്ത് തീർക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല. ഏതായാലും ഒരു കാര്യമുണ്ട്, വീണപൂ എന്ന് പറഞ്ഞതായിരിക്കുന്ന കാവ്യം വായിച്ചു നോക്കിയാൽ വളരെ മനോഹരമായിരിക്കുന്ന ഒരു പോയറ്റിക്കൽ പീസാണ്. അപ്പൊ അങ്ങനെ അവിശ്വാസികളായിരിക്കുന്ന ആളുകൾ പോലും നല്ല നല്ല സാഹിത്യകൃതികൾ അല്ലേ? രവിവർമ്മയുടെ പടങ്ങൾ വല്ലതും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? രവിവർമ്മയുടെ നമുക്കിപ്പോ മൈക്കിൾ ആഞ്ചലോയുടെയും പിക്കാസോയുടെയും ഒക്കെ പടം വാങ്ങാനും വായിക്കാനും ഒന്നും കഴിയില്ല. പക്ഷേ നമ്മുടെ ഇവിടെ മാവേലിക്കര ഉണ്ടായിരുന്ന ആളുകളാണ് ഈ രവിവർമ്മ തമ്പുരാനെന്നും അവരുടെ കുടുംബം എന്ന് പറയുന്നത്. എന്തോരം നല്ല പടങ്ങളാണ് അതൊക്കെ വരച്ചിരിക്കുന്നത് അല്ലേ? ഭർത്താവ് വരുന്നത് നോക്കിക്കുന്നത്, ഇങ്ങനെ കുടുംബമായിട്ട് കൊച്ചിനെയും കൈക്ക് പിടിച്ച് നോക്കിയിരിക്കുന്നത് സ്ത്രീയുടെ പടമൊക്കെ കണ്ടിട്ടില്ലേ? എന്തോരം രസം അതൊക്കെ കണ്ടാലെന്നറിയാമോ? എന്തൊരു രസമാണ്. സോ ബ്യൂട്ടിഫുൾ, സോ ആർട്ടിസ്റ്റിക്. അതൊക്കെ വിൽക്കുന്ന എത്ര? 1 കോടി 2 കോടി 5 കോടി രൂപയ്ക്കാണ് അതിന്റെ ഒറിജിനലൊക്കെ വിൽക്കുന്നത്. അതിന്റെ ഒരു നല്ല ഡ്യൂപ്ലിക്കേറ്റ് പോലും വിൽക്കുന്ന ലക്ഷക്കണക്കിന് രൂപയ്ക്കാണ്. ബ്യൂട്ടിഫുൾ ആർട്ടിസ്റ്റിക് പീസസ്, ആർട്ടിക് പീസസ്. അതുപോലെയുള്ളതായിരിക്കുന്ന അനേകമുണ്ട്. ഇപ്പോ മോണാലിസാനെ ഒന്ന് നോക്കിക്കേ. മോണാലിസയുടെ ഒന്ന് നോക്കിക്കേ. നിങ്ങളെ കുറച്ചു നേരം നോക്കിക്കൊണ്ടിരിക്കും, നിങ്ങളെ നോക്കിച്ചിരിക്കുന്നതെന്ന് തോന്നുന്നു അല്ലേ? ആദ്യം നോക്കുമ്പോൾ ഒന്നും കാണത്തില്ല, പക്ഷെ ഇത്രയും നിങ്ങൾ നോക്കിച്ചിരിക്കുക, നിങ്ങൾ അറിയാതെ ചിരിച്ചു പോകും. മോണാലിസയെ നോക്കിച്ചിരിക്കും. അത് സോ ബ്യൂട്ടിഫുൾ പീസ് ഓഫ് ആർട്ടിസ്റ്റിക് മെറ്റീരിയലാണ്.
അതൊന്നും വിശ്വാസികൾ അതൊന്നും കാണരുതെന്നൊക്കെ ആരോ പറഞ്ഞു വെച്ചിട്ടുണ്ട്. നമുക്ക് പാപമാണ്, നമുക്ക് അവിശ്വാസികൾ ഉണ്ടാക്കിയതാണ്. അങ്ങനെ നിങ്ങൾ അതൊക്കെ കാണണം. ആർട്ട് മ്യൂസിയത്തിലൊക്കെ പോകണം. കേരള ഹിസ്റ്ററി ആർട്ട് മ്യൂസിയം അതൊക്കെ കാണുന്ന വളരെ രസകരമാണ്. നമുക്ക് ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാകും അതൊക്കെ കണ്ടാൽ. നമ്മുടെ ചരിത്രം മനസ്സിലാകും. അപ്പൊ അങ്ങനെയുള്ളതായിരിക്കുന്ന അനേക കാവ്യരൂപങ്ങളും കഥാരൂപങ്ങളും പെയിന്റിങ്സും ഒക്കെ. ഇപ്പൊ കഥകളി ആണെങ്കിലും എന്തോ ഒരു മനോഹരമായിരിക്കുന്ന ഒരു ആർട്ട് രൂപമാണ് കഥകളി. ആ കഥകളിക്കാരന്റെ മുഖത്തെ ഭാവങ്ങളുണ്ട്, സപ്ത ഭാവങ്ങളൊക്കെ. അതൊക്കെ മുഖത്ത് വിരിയുന്നതും മാറുന്നതും ഒക്കെ എത്ര നിമിഷത്തിനാണ്. നമ്മളെ കൊണ്ട് പോലും അങ്ങനെ ചെയ്യാൻ നോക്കുമോ? ഞാനതൊക്കെ ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. കിട്ടില്ല, നമുക്ക് കിട്ടില്ല, നമുക്കറിയില്ല. അതിനുള്ള കോമൺ ഗ്രേസ് നോക്കില്ലെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പൊ ഇതൊക്കെ നല്ല കാര്യങ്ങളാണ്, ഇതൊക്കെ നല്ല കാര്യങ്ങളാണ്. ഞാൻ പറഞ്ഞത് കോമൺ ഗ്രേസ് എന്ന് പറയുന്നത് ഉള്ളത് കൊണ്ടാണ് നമ്മുടെ ഈ ലോകം ഇച്ചിരിയൊക്കെ ടേസ്റ്റി ആയിട്ട് മുന്നോട്ട് പോകുന്നത്. പക്ഷെ സ്പെഷ്യൽ ഗ്രേസുമായിട്ട് അതിനെ കൺഫ്യൂസ് ചെയ്തു. അത് ദൈവത്തിന്റെ രക്ഷാകരമായിരിക്കുന്ന കൃപയാണ്. അത് കർത്താവായ യേശു ക്രിസ്തു കാൽവരിയെ കുറിച്ച് ബലി കഴിച്ച യാഗമായി തീർന്നത് പരിശുദ്ധാത്മാവിന്റെ പ്രത്യേക പ്രവർത്തനത്താൽ ദൈവം മുന്നറിയപ്പെട്ടതായിരിക്കുന്ന ആളുകൾക്ക് നൽകുന്നതാണ്. അതുകൊണ്ട് നമ്മൾ ദൈവത്തെ സ്തുതിക്കുമ്പോൾ കോമൺ ഗ്രേസിന് വഴി തന്നെ സ്തുതിക്കുക. ആകാശം ദൈവത്തിന് മഹത്വത്തെ വർണ്ണിക്കുന്നു, ആകാശത്തിന്റെ കൈവല്യം പ്രസിദ്ധമാക്കുന്നു, പകൽ പകൽ വാക്കൊഴിക്കുന്നു, രാത്രി രാത്രി കറി കൊടുക്കുന്നു, ഭാഷണമില്ല, വാക്കുകളില്ല എന്നൊക്കെ പറയുമ്പോൾ അത് എന്തോ ഒരു മനോഹരമാണ്. കവി അങ്ങനെ ദാവീദ് മുറ്റത്തിറങ്ങി എന്നിട്ട് ആകാശത്തേക്ക് നോക്കിയിട്ട് ആ നക്ഷത്രങ്ങളെല്ലാം ഇങ്ങനെ കാണുമ്പോൾ പറയുകയാണ് ആകാശം ദൈവത്തിന് മഹത്വത്തെ വർണ്ണിക്കുന്നു എന്ന്. അത് ഏത് മനുഷ്യനെ നോക്കിയാലും കാണാം, ഏത് മനുഷ്യനും ആകാശത്തേക്ക് നോക്കിയാലും കാണാം. കഴിഞ്ഞ ദിവസം ഞാൻ ഇങ്ങനെ ഗേറ്റ് പൂട്ടാനായിട്ട് പോയി, ഗേറ്റ് പൂട്ടി വരുമ്പോൾ ഞാൻ ആകാശത്തേക്ക് നോക്കി. ചിലപ്പോഴൊക്കെ നോക്കും, എന്തോ ഒരു നക്ഷത്രം ഉണ്ടെന്നറിയാം. അവിടെ ഞാൻ കുറച്ചേ നക്ഷത്രങ്ങളെല്ലാം ഇങ്ങനെ നോക്കി. എന്തോ ഒരു രസമാണ്. ചില നക്ഷത്രങ്ങളൊക്കെ എന്നെ ഇങ്ങനെ കണ്ണിറക്കി വിളിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നു. ഞാൻ പറഞ്ഞു പിന്നെ വരാമെന്ന് പറയും, ഇപ്പൊ ഫോട്ടോ എന്ന് പറഞ്ഞു. സോ ബ്യൂട്ടിഫുൾ. നമ്മുടെ ഈ മനസ്സിന്റെ വേദനകളും മനസ്സിന്റെ ആധികളും വ്യാധികളും ഒക്കെ അങ്ങ് മറക്കും അതിനെ കണ്ടാലേ, അല്ലേ? അതുകൊണ്ടല്ലേ കവി പാടിയത്, ആ കൊച്ചു നക്ഷത്രമേ നിന്നെ ആരാമച്ചിലിരുത്തിയത് അമ്മയാണോ, വല്ലതും നീ തട്ടിമറിച്ചുവോ, വല്ലാതെ നീ വാശി പിടിച്ചുവോ എന്നൊക്കെ പറഞ്ഞ് പാടിയില്ലേ? അതൊരു കവിയുടെ പാട്ടാ, നല്ല പാട്ടല്ലേ? ഇനി കാക്കേ കാക്കേ കൂടെ ഇവിടെ നിന്ന് പാടിയ പാട്ട് പോലും ഇപ്പോഴും ഞാൻ പാടും. എത്ര നല്ല പാട്ടാ അതൊക്കെ, എത്ര നല്ല പാട്ടാ. അയ്യോ കാക്ക പറ്റിച്ചു എന്ന് പറയുമ്പോഴേ അതിനൊരു ഫീലിംഗ് ഉണ്ടല്ലേ. കാക്ക വന്നിരിക്കുക, കുട്ടിയുടെ കയ്യിൽ നെയ്യപ്പം ഇരിപ്പുണ്ട്, കാക്ക വന്നിരുന്ന് കാക്കാന്ന് പറയുമ്പോൾ കാക്കേ കാക്കേ, കുട്ടി ചോദിക്കുക കാക്കേ കാക്കേ കൂടെ ഇവിടെ കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ടോ, കുഞ്ഞിന് തീറ്റി കൊടുക്കാൻ, ഞാൻ കുഞ്ഞ് കിടന്ന് കരഞ്ഞിടും. എന്നിട്ട് ഒരു കുഞ്ഞാ നീ തരുമോ, നിന്റെ കയ്യില് നെയ്യപ്പോ ഇല്ല, തരില്ലേ നെയ്യപ്പോ, അയ്യോ കാക്കയെ പറ്റിച്ചു, അല്ലേ? അപ്പൊ ആ കുഞ്ഞിനെ കൊണ്ട് പാടിച്ചതാണ് കവി. ഏത് കവി എഴുതുന്നത് എനിക്കറിയില്ല, ആരെഴുതിയാലും സോ ബ്യൂട്ടിഫുൾ. അപ്പൊ ഞാൻ പറഞ്ഞത് കോമൺ ഗ്രേസ് എന്ന് പറയുന്നത് ഈ ലോകത്തിൽ ദൈവം അവിശ്വാസികൾക്കും കവിത എഴുതാനും കഥ എഴുതാനും ഒക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ വിശ്വാസികളായതുകൊണ്ട് ബൈബിൾ മാത്രമേ വായിക്കൂ എന്ന് വാശി പിടിക്കരുത്. ബൈബിൾ വേണം വായിക്കാൻ, അത് വായിക്കാതെ വേറൊന്നും വായിച്ചിട്ട് കാര്യം. ഇതാണ് വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യേണ്ടത്. പക്ഷേ വേറെ ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ വായിക്കണം. ഞാൻ ചെറുപ്പത്തിലായിരുന്നപ്പോൾ ബൈബിൾ ഒഴികെ ഒരു പാഠപുസ്തകവും ബൈബിൾ ഒഴികെ ഒരു പുസ്തകവും വായിക്കാൻ അപ്പച്ച സമ്മതിക്കില്ലായിരുന്നു. ഒരു പുസ്തകം, ഞാൻ ഒരു കവിതയും വായിച്ചിട്ട്, ഒരു കാവ്യവും വായിച്ചിട്ട്, ഒരു കഥാപുസ്തകവും വായിച്ചിട്ടില്ല, ഒന്നും വായിച്ചിട്ടില്ല. അതുകൊണ്ട് എനിക്ക് എന്തോ ഒരു ദോഷം ഭവിച്ചെന്നറിയാം. മലയാളത്തിൽ പുസ്തകങ്ങൾ എഴുതാനായിട്ട് തുടങ്ങിയപ്പോഴാണ് എന്നോടൊരു സാഹസം പറഞ്ഞു, ബ്രദറിന് എഴുതാനൊന്നും അറിയത്തില്ല, ബ്രദർ എഴുതാൻ ശ്രമിക്കേണ്ടെന്ന് പറഞ്ഞു. എൻ്റെ മലയാളം വായിച്ചിട്ട് ബ്രദറിന് എഴുതാനൊന്നും അറിയില്ല. ഞാൻ പറഞ്ഞു എഴുതുമെന്ന് പറഞ്ഞു. ഞാനപ്പോ പിന്നെ എഴുതാൻ തുടങ്ങി. എഴുതി ഇപ്പൊ ആളുകൾ പറയുന്നത് ബ്രദറിന്റെ എഴുത്ത് വായിക്കാൻ എന്തോ രസം, ഒഴുക്കായിട്ട് അങ്ങ് എഴുതിയിരിക്കുകയാണെന്ന് ഒരാൾ പറഞ്ഞു. ഒഴുക്കായിട്ട് അങ്ങ് എഴുതിയിരിക്കുകയാണെന്ന്. എഴുതി നന്നാകണം, അങ്ങനെയാണ്. എഴുതി നന്നാകണം. കാരണം ഈ കോമൺ ഗ്രേസ് തന്നിട്ടുണ്ട്, അത് നമുക്ക് ഉപയോഗിക്കാം. വിശ്വാസികളായിരിക്കും നമുക്ക് സ്പെഷ്യൽ ഗ്രേസും ഉണ്ട്, പ്രസിദ്ധ കൃപാവരവും ഉണ്ട്. ഇതെല്ലാം നമ്മൾ ഉപയോഗിക്കേണ്ടതാണ്. കോമൺ ഗ്രേസിനെ പറ്റിയാ പറയുന്നത്. കോമൺ ഗ്രേസ് എന്ന് പറഞ്ഞ ഒന്നുണ്ട്, ദൈവം നമുക്കൊക്കെ തന്നിട്ടുണ്ട്, അതൊക്കെ നാം ഉപയോഗിക്കണം. നമ്മുടെ മനസ്സ് കുറച്ചുകൂടെ വിശാലമാകണം. ചിലപ്പോൾ നമ്മൾ പറയാറുണ്ടല്ലോ, നമുക്ക് ഈ വർഷം ഒരു പിക്നിക്ക് പോകണ്ടേ, നമ്മൾ സൗരന്മാരെല്ലാം കൊണ്ടൊന്ന് പോകണ്ടേ, ഒരു ടൂർ പോകണ്ടേ. എന്തിനാ ടൂർ പോകുന്നത്? ബൈബിൾ ക്ലാസ്സിന് പോകുന്നതാണോ ടൂർ എന്ന് പറയുന്നത്? അപ്പൊ ബൈബിൾ ക്ലാസ്സിന് പോകാം, നമുക്ക് ടൂറായിട്ട് ഡിസംബറിൽ കല്ലൂർക്കാട് ക്യാമ്പിന് നമുക്ക് പോകാന്ന് പറയാം. ഡിസംബർ ക്യാമ്പിന് പോകുന്നത് ടൂറല്ല. അത് ക്യാമ്പിൽ പോകണോ, ദൈവത്തിന് പഠിക്കാനും പാടാനും കൂട്ടായ്മയ്ക്കുക. ഒരു ടൂർ പോകണം, കടൽപ്പുറത്തൊക്കെ പോയി നടക്കണം, ചിപ്പിയൊക്കെ വാരി കൂട്ടണം, കക്കയൊക്കെ വായിക്കണം, പിള്ളേർ ഓടി നടക്കണം, കാലുവെള്ളത്തിൽ മുക്കണം, അവിടെയൊക്കെ നടക്കണം, മീൻ പിടിക്കുന്നത് കാണണം, അല്ലേ? സൂര്യോദയം അസ്തമയം കാണണം, അതൊക്കെ കാണണം. അതൊക്കെ നല്ലതാണ്. അവിടെ കപ്പലണ്ടി ഉണ്ടാക്കി വിൽക്കുന്നത് 10 പൈസ കപ്പലണ്ടിയൊക്കെ വാങ്ങി കുറിക്കണം, അതൊക്കെ നല്ലതല്ലേ? മനുഷ്യന് ശരീരം ആത്മാവ് മാത്രമല്ല, ദൈവം ശരീരവും മനസ്സും ഒക്കെ തന്നിട്ടുണ്ട്. ഇതിനെയൊക്കെ നമ്മൾ ഉപയോഗിക്കണം. അപ്പോ അങ്ങനെ കോമൺ ഗ്രേസിന്റെ വ്യത്യസ്തമായിരിക്കുന്ന ഭാവഭേദങ്ങൾ ഉപയോഗിക്കാനായിട്ട് ദൈവം നമുക്ക് എല്ലാവർക്കും കൃപ തരട്ടെ. എന്നാൽ പ്രത്യേക ഗ്രേസിന് പകരം ഇതൊന്നും ആക്കരുത്. അത് ദൈവത്തിന്റെ പ്രത്യേകമായ ഗ്രേസ് ആണ്. അത് ദൈവം മുന്നറിഞ്ഞ ആളുകൾക്ക് ദൈവം പ്രത്യേകം വെച്ചിരിക്കുന്നതാണ്. നാം അങ്ങനെ കോമൺ ഗ്രേസും പ്രത്യേക ഗ്രേസും
അനുഭവിക്കുന്ന പ്രത്യേക ആളുകളാണ്. അതുകൊണ്ട് നമുക്ക് ഇരട്ടി സ്തോത്രം ദൈവത്തിന് കഴിക്കാം. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.